യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ത്രൈലോക്യനാഥനായിരിക്കുന്ന ഹരി നിങ്ങളുടെ എല്ലാവരുടെയും വാഞ്ചിത ഫലം എന്താണോ അഭിലാഷം, ഉത്തമമായ അഭിലാഷം, ആ അഭിലാഷം നിറവേറ്റുമാറാകട്ടെ എന്നാണ് ഈ മംഗളസ്തുതിയുടെ ഉദ്ദേശം, അർത്ഥം. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കൂടി 3 തവണ കൂട്ടായി വായ തുറന്ന് ഹൃദയം തുറന്ന് ഉച്ചത്തിൽ ഒരു വലിയ തപോനുഷ്ഠാനം, നൈമിഷാരണ്യത്തിലെ സംയുക്തമായിരിക്കുന്ന ഒരു തപോനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ജപിക്കുക. കണ്ണടയ്ക്കൂ, നിവർന്നിരിക്കൂ. ഓ എല്ലാവരും ജപിച്ചില്ല എന്നാണ് തോന്നണത്, പതിവ് പോലെ. ആ പതിവ് ഒന്ന് തെറ്റിക്കുക. ഇതാ ഓ ഹരിഃ ഓം തത്സ്. ജയഗുരു. തൻ്റെ കൃത്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു നിലയ്ക്ക് വിശ്രമിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ബ്രഹ്മാവ് വന്ന് അങ്ങ് വേഗം തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിച്ചതും കൃഷ്ണൻ അതുതന്നെയാണ് തൻ്റെ സങ്കല്പമെന്ന് കൂട്ടിച്ചേർത്തതും. പിന്നെ പോകാനുള്ള പുറപ്പാടായി. അതിൻ്റെ നാന്ദി എന്ന തരത്തിൽ പല വിധത്തിലുള്ള ദുശ്ശകുനങ്ങളും കണ്ട് നിങ്ങൾ ആരും ഇനി ദ്വാരകയിൽ താമസിക്കരുത്, പോകൂ, പുണ്യകർമ്മങ്ങളും ദാനങ്ങളും ചെയ്യൂ എന്ന് പറഞ്ഞ് കുതിരകളെല്ലാം പൂട്ടി രഥങ്ങൾ യാത്രയായി. ആ സമയത്താണ് ഉദ്ധവൻ ഒറ്റയ്ക്കിരിക്കുന്ന കൃഷ്ണപരമാത്മാവിനെ കണ്ട് സമീപിച്ച് അങ്ങയുടെ സാന്നിധ്യം വിട്ട് അരനിമിഷം പോലും എനിക്ക് ഒതുങ്ങിയിരിക്കാൻ സാധിക്കില്ല
അതിനുള്ള ശക്തി എൻ്റെ മനസ്സിനില്ല. അതുകൊണ്ട് അങ്ങ് പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞത്. ഒരു ഭക്ത മനസ്സിൻ്റെ അഭിലാഷം, ആവശ്യം, നിർബന്ധം ഇതാകണം. നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവ് ഭഗവാനിൽ പൂർണ്ണമായി നാം ലഗ്നരായിരിക്കുന്നുണ്ടോ, ഭഗവാന്റെ അടുത്ത് പോകാനും അദ്ദേഹം സ്വീകരിക്കാനും തയ്യാറായിരിക്കുന്നുണ്ടോ എന്നുള്ള തോന്നലാണ്. ഈ സാധാരണ ഈ ഉദ്ധവൻ്റെ ഈ പ്രസ്താവനയുണ്ടല്ലോ, ഈ നിവേദനം ഭക്തജനങ്ങളെല്ലാം വളരെ ഹാർദമായി ഹൃദയംഗമമായി ചൊല്ലാറുണ്ട്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലൂ. നാഹം തവാഘ്രി കമലം. ഇത്ര ശബ്ദമേ ഉള്ളൂ ഈ സദസ്സിന്. നാഹം തവാഘ്രി കമലം ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയ മാമപി. ഇന്നെ എങ്ങനെയാ ഞാൻ പിരിച്ച് നിങ്ങൾക്ക് ചൊല്ലിത്തരാൻ? എനിക്ക് ശബ്ദം കേട്ടത് പോരാ. നാഹം തവാഘ്രി കമലം നാഹം തവാഘ്രി കമലം ക്ഷണാർദ്ധമപി കേശവ ക്ഷണാർദ്ധമപി കേശവ ത്യക്തും സമുത്സഹേനാഥ ത്യക്തും സമുത്സഹേനാഥ സ്വധാമനയ മാമപി സ്വധാമനയ മാമപി. കൂട്ടത്തിൽ ഉദ്ധവൻ ഒന്നും കൂടി പറഞ്ഞു. സോഹം മമാഹമിതി മൂഢമതിർവിഗാഢഃ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുശാധിഭൃത്യം. ഉദ്ധവൻ ഞാൻ പോകുന്നതിലല്ലേ വിഷമിക്കുന്നത്? ഒരു കാര്യം ചെയ്തു കളയൂ. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എന്നെ വിട്ട് ബദരികാശ്രമത്തിലേക്ക് പോയി കളയൂ. എന്നെ മനസ്സിൽ നിറച്ചുകൊണ്ട് ലോകം മുഴുവനും എമ്പാടും ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള തത്വം, എന്നുള്ള പ്രകാശം ദർശിച്ചുകൊണ്ട് അങ്ങനെ ഏകബുദ്ധിയോടുകൂടി ചൊല്ലൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഉദ്ധവന് മനസ്സിലായത്, വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങൾ. ഞാൻ പരമകല്യാണനിധിയായി പരമപ്രഭുവായി കണക്കാക്കുന്ന കൃഷ്ണൻ എന്നോട് അദ്ദേഹത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലായിടത്തും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പോകാനാണ് പറയുന്നത്. അതിന് തടസ്സം നിൽക്കുന്നതോ സ്വജനങ്ങളും അവരോടുള്ള ബന്ധവും. ആ ബന്ധത്തെ പെട്ടെന്ന് തള്ളിക്കളയാൻ തനിക്ക് സാധിക്കുന്നുണ്ടല്ലോ. അപ്പം തൻ്റെ ഭക്തിക്ക് എന്താണ് വില? ഭക്തി എന്ന് പറയുന്നത് ബാക്കി ലോകത്തിനോട് എന്തെല്ലാം ശക്തിയുണ്ടോ, നമുക്ക് എന്തെങ്കിലും മമതയുണ്ടോ, അതിനെ മുഴുവൻ തുടച്ചു മാറ്റി ഭഗവന്മയമാക്കി തീർക്കണം നമ്മുടെ മനസ്സിനെ, ലോകത്തെയും. അത് ഇക്കണ്ട കാലമായി കൃഷ്ണൻ്റെ അടുത്തിരുന്ന് ഉച്ഛിഷ്ടം ഭുജിച്ചുകൊണ്ട് അദ്ദേഹം അഴിച്ചിട്ട വസ്ത്രങ്ങൾ ഉടുത്ത് ധരിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ അടുപ്പത്തിൽ പെരുമാറിയിട്ടും എനിക്ക് സാധിച്ചില്ലല്ലോ എന്നൊരു പശ്ചാത്താപം. ഉള്ളിൽ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള തോന്നലും ഈ ശരീരത്തിന് വേണ്ട സാമഗ്രികളോടും ബന്ധുക്കളോടുമുള്ള എൻ്റേത് എന്നുള്ള ബന്ധമാണ്. ഇത് ഈശ്വരൻ്റെ മായ രചിച്ചതാണ്. ആ ബന്ധം മുഴുവനും മനസ്സിൽ നിന്ന് പോയി അങ്ങ് പറഞ്ഞ കാര്യം അതേപടി ഉൾക്കൊണ്ട് മനസ്സിനെ അതേമാതിരി കൃഷ്ണത്വം നിറച്ച് അങ്ങനെ അങ്ങോട്ട് പോകാൻ എനിക്ക് ശക്തി ഉണ്ടാക്കി തരണേ. അങ്ങേമാതിരി ലോകത്തിലുള്ള തത്വോപദേഷ്ടാക്കൾ വേറെ ആരുമില്ല. ബ്രഹ്മാവടക്കം എല്ലാവരും ബാഹ്യദൃഷ്ടിയുള്ളവരാണ്, ഭൗതികത്വമാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ട് അങ്ങ് മാത്രമേ ഇത് ഉപദേശിക്കാൻ കാര്യക്ഷമനായിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് ഉപദേശം തുടങ്ങിയത്. അതിലിപ്പോൾ മുക്തിസ്കന്ധത്തിൽ നിമിചക്രവർത്തിയും ഹരി എന്ന് പറയുന്ന യോഗിയുമായി സംസാരിച്ച വിവരം നിങ്ങളോട് പറഞ്ഞു. ഒരരയന്നത്തിൻ്റെ രൂപത്തിൽ കൃഷ്ണൻ ബ്രഹ്മാവിനെയും സനകാദികളെയും ഉദ്ബോധിപ്പിച്ച കാര്യം പറഞ്ഞു. ഇനി അവിടുന്ന് അങ്ങോട്ട് കൃഷ്ണൻ പറഞ്ഞു പോയി
ഞാൻ ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 28-ാമത്തെ അധ്യായത്തിലുള്ള ഒരു ഭാഗമാണ്. എല്ലാം കൂടി 24 അധ്യായങ്ങളാണ്. 6-ൽ നിന്ന് തുടങ്ങി അതിൽ അവസാനമുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. ഇത് പറയുന്നത് ആരാ? കൃഷ്ണൻ. ആരോട്? തൻ്റെ ഏറ്റവും കണ്ണിലുണ്ണിയായിരിക്കുന്ന ഭക്തൻ ഉദ്ധവനോട്. കാരണം ഉദ്ധവൻ്റെ മനസ്സ് ഉദ്ധവൻ തന്നെ ഉദ്ദേശിക്കുന്നത് മാതിരി ഭഗവാനോട് കൂടി അങ്ങോട്ട് ചേരാൻ കൂട്ടാക്കുന്നില്ല. ചില തടസ്സങ്ങളോ വിഷമങ്ങളോ ഉണ്ട്രക്കരികളോ ഒക്കെ അവിടെയുണ്ട് എന്ന് കണ്ടിട്ടാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഉദ്ധവന്മാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഉദ്ധവനാണ് ഞാൻ എന്നുള്ളൊരു പ്രതീതി വേണം. അപ്പോഴേ ഈ അധ്യാത്മമായിരിക്കുന്ന മുക്തിസ്കന്ധ സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എന്താ എല്ലാവരും കുറേ നേരത്തേക്ക് ഉദ്ധവന്മാരാവുമോ? ഉദ്ധവൻ ഉണ്ടായിരുന്നത് ദ്വാരകയിലാണ്, നമ്മളോ വൈകുണ്ഠത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ വൈകുണ്ഠത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന നിങ്ങളെല്ലാവരും ഉദ്ധവനെ പോലെ ആയി തീർന്നിട്ട് വേണം ഇത് കേൾക്കാൻ. സ്വാമിജി പറയണത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. മുഴുവൻ മനസ്സിലാവണ്ട, കേൾക്കാൻ ചെവി എനിക്ക് തന്നാൽ മതി. കടം മേടിച്ചിട്ടെങ്കിലും ചെവി തരൂ. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ കുറേ കാലം കഴിഞ്ഞ് ശരീരം വിട്ടുപോകാനുള്ള ഒരു സമയം വരുമ്പോൾ ഞാൻ സത്രശാലയിലിരുന്ന് മുക്തിസ്കന്ധം കേൾക്കണ്ടായി എന്നുള്ളൊരു തോന്നലെങ്കിലും നിങ്ങൾക്കുണ്ടായാൽ, ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാം അന്ധകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. ഈ ബ്രാഹ്മി എന്ന് പറയുന്ന സ്ഥിതി എല്ലാം ഭഗവന്മയമായി തീരുന്ന സ്ഥിതി, എല്ലാം വിഷ്ണുമയം, എല്ലാം കൃഷ്ണമയം, എല്ലാം പരമാത്മമയം. ശ്രീഹരി തന്നെ എല്ലായിടത്തും, വേറെ ഒന്നുമില്ല. കാണുന്നത് കഴുതയാകാം, കുതിരയാകാം, മയിലിനെ ആകാം, മനുഷ്യനെ ആകാം, ദേവനെ ആകാം. എല്ലാം തന്നെ കാഴ്ചയല്ലേ? എന്താ മിണ്ടാത്തെ? എല്ലാം കാഴ്ചയാണല്ലോ. കറുപ്പായാലും വെളുപ്പായാലും ചുവപ്പായാലും നീലയായാലും മഞ്ഞയായാലും എല്ലാം തന്നെ കാഴ്ചയാണ്. അതേമാതിരി ഈ ലോകം വാസ്തവത്തിൽ ഈശ്വരമയമാണ്, വിഷ്ണുമയമാണ്, ആത്മമയമാണിത്. അങ്ങനെ ആത്മമയമായിട്ടങ്ങനെ കാണാൻ സാധിക്കണം. അത് ഈ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് ഓർമ്മയിരിക്കട്ടെ, മുഴുവൻ മനസ്സിലായില്ലെങ്കിലും. അപ്പം ആ അവസാനത്തെ ദശയിലെങ്കിലും സത്രശാലയിൽ ഇത് കേട്ടു എന്നുള്ള ആ ഒരു ഫീലിംഗ്, ആ ഒരു ഓർമ്മയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മുക്തി ചൊരിയാൻ കാരണമായി തീരും. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കുക. അതേസമയത്ത് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ചെവിയിൽ ഈ ശബ്ദതരംഗങ്ങൾ തന്നെ വന്ന് വീണു കഴിഞ്ഞാൽ അത് മനസ്സിലേക്ക് ഇറങ്ങിക്കോളും. മനസ്സിൽ ഇറങ്ങുമ്പോൾ അതനുസരിച്ചുള്ള പ്രത്യയങ്ങളും ഭാവങ്ങളും നിങ്ങളുടെ മനസ്സിലത് തൊടുത്തുവിടും. കുറച്ചെങ്കിലും ക്ലേശിക്കരുത്. വളരെ സരളമായിരുന്ന് കേൾക്കണം. പരസ്വഭാവകർമാണി ന പ്രശംസേത് ന ഗർഹയേത് വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. പരസ്വഭാവകർമാണി യഃ പ്രശംസതി നിന്ദതി സാ ശുഭ്രശ്യതേ സ്വാർത്ഥാത് അസത്യാഭിനിവേശതഃ. പരസ്വഭാവകർമാണി ന പ്രശംസേത് ന ഗർഹയേത്. പരസ്വഭാവകർമാണി, അന്യൻ്റെ സ്വഭാവത്തെയോ അന്യൻ ചെയ്യുന്നതായ പ്രവൃത്തികളെയോ നോക്കി ന പ്രശംസേത് ന ഗർഹയേത്, അതിനെ പ്രത്യേകമായി സ്തുതിക്കേണ്ട, അഭിനന്ദിക്കേണ്ട, ഗർഹിക്കേണ്ട, നിന്ദിക്കും വേണ്ട. കേൾക്കുന്നുണ്ടോ? സാധാരണ നമ്മുടെ സ്വഭാവം എന്താ? ആരെങ്കിലും ഒരാൾ നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തു കേട്ടോ, എല്ലാവരും അറിയണേ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മറിച്ച് ചെയ്താലോ അവൻ കള്ളൻ, ചെയ്തതൊക്കെ തെറ്റെന്ന്. ഇങ്ങനെ ഈ ഇരട്ടത്താപ്പാണ് നമ്മുടെ സമ്പ്രദായം മുഴുവനും. അങ്ങനെ പരസ്വഭാവകർമാണി ന പ്രശംസേത് ന ഗർഹയേത്, അതിനെ പ്രത്യേകിച്ച് സ്തുതിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് നിന്ദിക്കുകയും വേണ്ട. നമ്മളിപ്പോൾ ഒരാളെ നിന്ദിച്ചാൽ ആ നിന്ദിക്കുന്ന പ്രവൃത്തി ആരാ ചെയ്യുന്നത്? എന്താ മിണ്ടാത്തെ? ഞാൻ ഒരാളെ നിന്ദിക്കുന്നു. ആ ആരെ നിന്ദിക്കുന്നു എന്നുള്ളതല്ല, നിന്ദ എന്ന് പറയുന്ന വിചാരം എൻ്റെ മനസ്സിലല്ലേ ഉണ്ടാവുന്നത്. അപ്പം ഭഗവാന്റെ നാമം പറഞ്ഞാൽ പുണ്യമുണ്ടാവുന്ന അതേ മനസ്സിൽ വേറെ ഒരുത്തിനെ ചൊല്ലി നാം നിന്ദാവാക്യങ്ങളോ നിന്ദാവിചാരങ്ങളോ തൊടുത്തുവിട്ടാൽ എന്താ ഉണ്ടാവുക? പാപം ഉണ്ടാവും. ഇത് മനസ്സിലാ? സമ്മതിച്ചോ അല്ലേ? നമ്മുടെ നിലയിൽ നിന്ന് മറ്റൊരാളെ നിന്ദിക്കുമ്പോൾ ആ നിന്ദാവാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് കരിതേച്ചമാതിരിയല്ലേ മനസ്സിലാവുന്നത്. പറയുന്നത് വേറെ ഒരാളെ ആവാം, പക്ഷേ പറയുന്നത് നിങ്ങളാണ്. ആ ആളവിടെ വരണില്ല. അപ്പം പരസ്വഭാവകർമാണി ന പ്രശംസേത് ന ഗർഹയേത്
വിശ്വമേകാത്മകം പശ്യൻ. ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈ ലോകം മുഴുവനും ഏകാത്മകമാണ്. എന്ത്? ഏകാത്മകമാണ്. ജലമുണ്ട്, ഐസുണ്ട്, നീരാവിയുണ്ട്. 3 തരത്തിലുള്ള പ്രകടനമാണ് ഈ ജലത്തിന്, H2O എന്ന് പറയുന്ന സാധനത്തിന്. അത് ജലാശയമാവുമ്പോൾ ദ്രവമായി, ഐസാവുമ്പോഴോ ഖരവസ്തുവായി, നീരാവി ആവുമ്പോഴോ ബാഷ്പമായി. ഇതെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള ഘടനയാണല്ലോ. അതേപോലെ ഈ ലോകം മുഴുവനും ഏകാത്മകമാണ്. വിശ്വമേകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേണ ച. ഇതിൽ 2 ഘടകങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് പ്രകൃതി. എന്താണ് ഈ പ്രകൃതി? ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടധാ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുകയാണ്, ഞാൻ ഒറ്റയായിട്ട് ഒരു തരത്തിലും നിറപ്പെടാതെയോ ഖരപ്പെടാതെയോ സൂക്ഷ്മപ്പെടാതെയോ, മനസ്സിലാവുന്നുണ്ടോ? ഖരവസ്തു ആകാതെ, സോളിഡ് ആകാതെ, ലിക്വിഡ് ആകാതെ, ഫ്ലൂയിഡ് ആകാതെ, ഗേഷ്യസ് ആകാതെ, ഒരു ബാഷ്പരൂപവുമില്ല, ദ്രവരൂപവുമില്ല, ഖരരൂപവുമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ ശൂന്യാകാശം പോലെ ഇരുന്നാൽ അത് ഉണ്ടെന്ന് പോലും വല്ലവർക്കും അറിയുമോ? ഒന്ന് ആലോചിക്കുന്നപ്പാ. തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഒന്നിലധികം വസ്തുക്കൾ വേണ്ടേ? അപ്പോൾ ഒന്നിലധികം ഇല്ലാതെ ഒന്ന് മാത്രമായിട്ടിരുന്നാലോ മനസ്സിലാവില്ല, ഉണ്ടെന്ന് പോലും അറിയില്ല. അതാണ് ഈ പ്രകൃതി. പ്രകർഷേണ വിശേഷ രൂപത്തിൽ പ്രത്യേക രൂപത്തിൽ ആവിർഭവിച്ചിട്ടുള്ളതാണ് ഈ പ്രകൃതി. അങ്ങനെ ഒരു ഭാഗത്ത് പ്രകൃതിയിൽ എന്തൊക്കെ പെടും? ഭൂമിരാപോ നലോ വായു ഖം. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഇത് 5 പുറത്തുള്ളതാണ്, ദ്രവ്യമയമാണ്, ഊർജമയമാണ്. പിന്നെ 3 കൂടിയുണ്ട്. അതേതാ? ഖം മനോബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 കൂട്ടം. ഈ മനസ്സാകട്ടെ, ബുദ്ധിയാകട്ടെ, അഹങ്കാരമാകട്ടെ ദ്രവ്യരൂപത്തിലോ ഊർജരൂപത്തിലോ ഉള്ളതല്ല. അത് കോൺഷ്യസ്നെസ്സാണ്, ചേതനാത്മകമാണ്. അതാണ് ഈ ഉണരുന്നത്. ഏതെങ്കിലും ഒരു മാറ്ററിനോ ഒരു എനർജിക്കോ ചിന്തിക്കാൻ പറ്റുമോ? എന്താ മിണ്ടാത്തെ? Is there any form of matter or energy which is capable of thinking, understanding, doubting, enquiring and deciding? എന്തെങ്കിലും ഒരു തരത്തിലൊരു ഗവേഷണമോ ഒരു തിരച്ചിലോ നടത്താനോ, തൊട്ടാൽ അറിയേ, ഉണരേ, പ്രതികരിക്കേ, ഇതിനൊന്നുമുള്ള ശക്തി ദ്രവ്യത്തിനോ ഊർജത്തിനോ ഇല്ല. നേരെ മറിച്ച് മനസ്സും ബുദ്ധിയും അഹങ്കാരവും ആകട്ടെ ഇതൊക്കെ ചെയ്യും. അപ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന 3 ആന്തരമായി ദ്രവ്യകോശത്തിൻ്റെയും ഊർജകോശത്തിൻ്റെയും ഉള്ളിൽ കിടക്കുന്ന ഉണർവിൻ്റെ പ്രകടനവിശേഷങ്ങളായി നിലനിൽക്കുന്നതാണ് ഈ 3 ഘടകങ്ങൾ. ഇത് 8 കൂടിയതാണ് പ്രകൃതി എന്ന് പറയുന്നു. ഇങ്ങനെ 8 ആക്കി തീർത്തതും ഈ 8നെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതും നിയന്ത്രിക്കുന്നതുമാണ് പുരുഷൻ എന്ന് പറയുന്ന ആ ചേതനാത്മകമായ ഒരു പ്രഭാവം. അപ്പോൾ എൻ്റെ പ്രകൃതി വാസ്തവത്തിൽ ഈ 8ആണ്. ആ 8നെ നിയന്ത്രിക്കാനായി പുരുഷനായി ഞാൻ അപ്പുറത്ത് നിൽക്കണു. ഇങ്ങനെ പ്രകൃതി കൊണ്ടോ പുരുഷനെ കൊണ്ടോ ഈ ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം ഭൂമി മുതൽക്ക് എല്ലാം തന്നെ ജഡവസ്തുക്കളാണ്, അചേതനങ്ങളാണ്. ആ ഭൂമിയിലുള്ള സസ്യങ്ങൾ, ജീവജാലങ്ങൾ, പുഴുക്കൾ, കൃമികൾ, കീടകൾ, അവസാനം മനുഷ്യൻ, നമുക്കൊക്കെ ആണെങ്കിൽ ചേതനയുമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്രകൃതി ജഡാത്മകമാണ്. ജീവജാലങ്ങളിലുള്ളതോ ജഡവുമുണ്ട്, പക്ഷേ ചേതനയുമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണരാനായി. ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പ്രകൃതി കൊണ്ടും പുരുഷനെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നതാണ് ഈ ലോകം. പരസ്വഭാവകർമാണി യഹ് പ്രശംസതി നിന്ദതി സാശു ഭ്രശ്യതേ സ്വാർത്ഥാത് അസത്യാഭിനിവേശതഃ. പരസ്വഭാവകർമാണി യഹ് പ്രശംസതി നിന്ദതി. അന്യൻ്റെ സ്വഭാവത്തെയും കർമ്മങ്ങളെയും പ്രവൃത്തികളെയും ആരാണോ അതിരുവിട്ട് പ്രശംസിക്കുന്നത്, അതേമാതിരി ക്രമം വിട്ട് നിന്ദിക്കുന്നത്, അയാൾക്ക് എന്താ സംഭവിക്കുന്നത്? സാശു ഭ്രശ്യതേ സ്വാർത്ഥാത്. ആ പരനിന്ദ കൊണ്ട്, പരദൂഷണം കൊണ്ട്, പരസ്തുതി കൊണ്ട് തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് താൻ വീണുപോണു. ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഈ ലോകത്തിൽ പലതും കാണും. വിഡംബ്യതേ ഭിന്നരുചിർഹി ലോക. ഈ ലോകം ഭിന്നരുചിയാണ്. പലർക്കും പലതാണ് ഇവിടെ താല്പര്യം. നോക്കൂ, നമ്മെപ്പോലെയുള്ള ജീവികൾ, സസ്യജീവികൾ,
ആ സസ്യജീവികളെ കൊന്നു തിന്നാൻ ഒരൊറ്റ ആൾക്കും വിഷമില്ല. എന്നാൽ ഇവിടെ പല ആൾക്കാരും കൊല്ലില്ല കേട്ടോ തിന്നാൻ. വല്ലവരും കൊന്നു കിട്ടിയാൽ തിന്നുന്നവരെ അവിടെ കൂടുതൽ. കൊല്ലണത് എനിക്ക് വയ്യ. മൃഗങ്ങളാണെങ്കിലും കൊന്നാൽ കൊന്നുടനെ കടിച്ചങ്ങോട്ട് തിന്നും ചൂടോട് കൂടിയിട്ട്. നമ്മളോ ചൂടാറിയിട്ട് റെഫ്രിജറേറ്ററിലൊക്കെ വച്ച് തണുപ്പിച്ച് 6 മാസം 8 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ശവത്തിനെയാണ് പിന്നെ കണ്ടിച്ച് പാകം ചെയ്ത് കഴിക്കുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യൻ എന്ത് പറയാനാ ഈ ആളെ? കൊന്നു തിന്നാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമാധാനമെങ്കിലും ഉണ്ട്. ഇതില്ല, വല്ലവരും കൊല്ലണം, അതിന് കാശ് കൊടുക്കാമെന്ന് മാത്രം. എന്താ ഇതിനർത്ഥം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സാശു ഭ്രശ്യതേ സ്വാർത്ഥാത് അസത്യാഭിനിവേശത. സഹജീവികളോടൊരു സഹാനുഭൂതി നമുക്ക് വേണ്ടേ? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരം നല്ലപോലെ കണക്കിലെടുത്ത് നോക്കോളൂ. അത് സസ്യഭൂക്കാകാനുള്ള ശരീരഘടനയാണത്. നമ്മുടെ ഈ പല്ലുണ്ടല്ലോ, കനൈൻസ്, അതിന് നീളം കൂടുതലില്ല, ചുണ്ടിങ്ങനെ മൂടണതാ. സാധാരണ മാംസഭുക്കുകളുടെ ചുണ്ട് ഇങ്ങനെയല്ല, അങ്ങനെയായിരിക്കുക, ഇങ്ങനെ കടിക്കണമല്ലോ, അതിന് പറ്റിയ തരത്തിൽ. നഖം നീട്ടും ചുരുക്കും ചെയ്യാം. രാത്രി കണ്ണ് കാണും. ശരീരത്തിനെ രക്ഷിക്കാനായിട്ട് ഈ ഫർ എന്ന് പറയുന്ന ആ ശരീരത്തിലുള്ള പുതപ്പുണ്ടാവും. അതൊക്കെ. ഇനി കുടലോ, സസ്യബുക്കുകളുടെ കുടല് ശരീരത്തിൻ്റെ നീളത്തിൻ്റെ 5 ഇരട്ടിയാണ്. മാംസബുക്കുകൾക്കോ കുടൽ നീളം കുറയും. ഇങ്ങനെ നമ്മുടെ ശരീരഘടന പൂർണ്ണമായി പരിശോധിച്ച് നോക്കിയാൽ അത് സസ്യഭുക്കാകാൻ മാത്രം വേണ്ടിയിട്ടാണ്. മനുഷ്യൻ തിന്നുന്ന മാംസമോ അതേതാ? സസ്യഭുക്കുകളായിരിക്കുന്ന ജീവികളുടെ മാംസമാണ്. മാംസഭുക്കുകളുടെ കഴിക്കില്ല. അപ്പം നമുക്ക് പകരം നിങ്ങൾ തിന്ന ശരീരത്തിൽ മാംസമായിട്ട് തരൂ, അത് ഞാനിങ്ങോട്ട് തിന്നോളാന്ന്. ഏതെങ്കിലും ഒരു മൃഗത്തിൽ നിന്ന് മാംസം എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സൗകര്യമുണ്ടോ? ഇത്തിരി വണ്ണം കൂടുതലുണ്ട്, കുറച്ച് മുറിച്ചിങ്ങോട്ട് എടുക്കാം. എന്നാൽ അകിടിൽ നിന്ന് പാലോ ചുരത്തി നമുക്ക് കറന്നെടുക്കാൻ പറ്റും. അപ്പോൾ പാലെടുക്കാനുള്ള ഒരു സംവിധാനം അകിടിലുണ്ട്, മുലയിലുണ്ട് എന്ന് നമുക്കറിയാം. മാംസമോ രക്തമോ എടുക്കാനായിട്ടുള്ള വല്ല സംവിധാനമുണ്ടോ? എന്നാലും രക്തം കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നുള്ളൂ, മറ്റവരെ എടുക്കണില്ല എന്ന് കുറേ ഭേദം. അപ്പം നമ്മുടെ ശരീരഘടന തന്നെ സസ്യഭുക്കാകാനുള്ളതാണ്. എപ്പോഴൊരിക്കൽ അഗ്നി നാം ഉപയോഗിച്ച് തുടങ്ങിയോ അപ്പോഴാണ് ഈ മാംസഭക്ഷണം തുടങ്ങിയത്. എന്താ? തിളപ്പിച്ചിട്ടൊക്കെ കഴിക്കാമല്ലോ, അപകടം ഉണ്ടെങ്കിൽ തീരുമല്ലോ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ നമ്മളൊക്കെ സസ്യഭുക്കാകേണ്ടവരാണ്. ഇനി പ്രകൃതിയുടെ സംവിധാനത്തിലും നമുക്ക് വേണ്ട സസ്യങ്ങൾ വേണ്ടതുപോലെ നമ്മുടെ പല്ലോ നാവോ കുടലോ ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വൈറ്റമിൻ സി എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്, മാംസഭക്ഷണത്തിൽ നിന്ന് കിട്ടില്ല. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ. ഇങ്ങനെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മളൊക്കെ സസ്യഭുക്കുകളാകേണ്ടവരാണ്. എന്താ ഞാൻ പറഞ്ഞേ? ആകേണ്ടവരാണെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നർത്ഥം. ആകേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ളത് പലരെ ഒരു സ്വഭാവമാണ്. അങ്ങനെ എങ്ങാനും ചെയ്താലോ സാശു ഭ്രശ്യതേ സ്വാർത്ഥാത് അസത്യാഭിനിവേശത. ഇങ്ങനെ നാം ചെയ്തു, അന്യനെ നിന്ദിച്ചു, അന്യനെ പ്രശംസിച്ചു, പ്രത്യേകിച്ചും നിന്ദിച്ചു, പരോപദ്രവം ജീവിതത്തിൽ ഉൾക്കൊണ്ടു, പരനിന്ദ ധാരാളം പ്രയോഗിച്ചു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഉത്തമ ലക്ഷ്യത്തിൽ നിന്ന് വഴുതി വീഴ്ചയാണ്. തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതനഃ മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വത് നാനാർത്ഥദൃക്പുമാൻ. ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നതാണ് കുറേ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ. തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതനഃ മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വത് നാനാർത്ഥദൃക്പുമാൻ. ഇവിടെ പറയുന്നുണ്ട്, ഈ ലോകം മുഴുവനും ഒരു തരത്തിലുള്ള പ്രാതിഭാസിക സത്യമാണ്. പ്രാതിഭാസികം ഒരു പക്ഷേ ഞാൻ പറഞ്ഞു പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. വ്യാവഹാരികം, പ്രാതിഭാസികം, പാരമാർത്ഥികം എന്ന് പറയുന്ന 3 വാക്കുകൾ വളരെ പ്രസക്തമാണ്. പാരമാർത്ഥികം എന്ന് പറഞ്ഞാൽ നല്ലപോലെ പരിശോധിച്ച് നോക്കി അവസാനം കണ്ടെത്തുന്ന മാറ്റമില്ലാത്ത അതിസൂക്ഷ്മവും ആത്യന്തികവുമായിരിക്കുന്ന രൂപം പാരമാർത്ഥികം. ഇടയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മുമ്പ് പ്രകാശിച്ച് കാണുന്നത് പ്രാതിഭാസികം. പിന്നെ ലോകത്തിൽ വ്യവഹരിക്കുന്ന സമയത്ത് വ്യാവഹാരികം. ഇങ്ങനെ 3 തരത്തിലുള്ള സത്യമാണ്. ഇതിവിടെ അസത്യാഭിനിവേശത. അന്യൻ്റെ സ്വഭാവം കണ്ട് നാം സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുമ്പോൾ ഈ പുറത്ത് കാണുന്ന കാര്യങ്ങൾ നമ്മളിൽ ക്രമത്തിലധികം സ്വാധീനം ചെലുത്തുന്നു എന്നാണ് അർത്ഥം. നമ്മളിൽ സ്വാധീനം ചെലുത്തേണ്ടത് അന്യൻ്റെ സ്വഭാവവും അന്യൻ്റെ പെരുമാറ്റമോ അത് തൻ്റെ സ്വഭാവവും തൻ്റെ പെരുമാറ്റമോ? എന്താ മിണ്ടാതെ? മറ്റൊരാളുടെ സ്വഭാവവും പെരുമാറ്റവും നമുക്ക് മാറ്റാൻ സാധിച്ചു എന്ന് വരില്ല. നേരെ മറിച്ച് നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും നാം തന്നെ വേണം മാറ്റാൻ. അതിനുള്ള സാധ്യതയും നമുക്കുണ്ട്. അതിനാണ് വിശേഷബുദ്ധി, വിവേകം തന്നിരിക്കുന്നത്.
അപ്പം അവനവൻ്റെ സ്വഭാവവും പെരുമാറ്റവും പരിശോധിച്ച് നോക്കി വേണ്ടി വന്നാൽ ബാക്കിയുള്ളവരോട് ചോദിച്ച് എൻ്റെ സംസാരം താങ്കൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ, അതോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിൽ എന്ന് പരിശോധിക്കുന്നതിന് എന്താ വിരോധം? അങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പം അവനവനെയാണ് പരിശോധിക്കേണ്ടതും തിരുത്തേണ്ടതും. ഇനി അന്യൻ്റെ സ്വഭാവം നമുക്ക് തിരുത്താൻ പറ്റുമോ? സ്വന്തം കുട്ടികൾ പോലെ തോളിനോളം വളർന്നു കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുതെന്നാ. വല്ലവരെ കൊണ്ടും പറയിപ്പിച്ചോളൂ, നേരിട്ട് പറഞ്ഞാൽ കുഴപ്പമായി. അപ്പം നമ്മുടെ സ്വഭാവമാണ് തിരുത്തേണ്ടത്. അപ്പം തെറ്റായിട്ടുള്ളതിൽ മനസ്സ് അഭിനിവേശം വളർത്തി കുഴപ്പത്തിൽ ചാടുന്നു. ഈ കാണുന്നത് മുഴുവൻ എങ്ങനത്തതാ? അതിനെ വിവരിക്കുകയാണ് ഇവിടെ. തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതനഃ മായാം പ്രാപ്നോതി മൃത്യും വാ തദ്വത് നാനാർത്ഥദൃക്പുമാൻ. ഇതെങ്ങനെയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക? ഈ ബാഹ്യദൃഷ്ടിയോടുകൂടി പല വിധത്തിലുള്ള സ്വഭാവക്കാരെയും പെരുമാറ്റക്കാരെയും കണ്ട് അതിൽ മനസ്സ് ചെലുത്തി അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണദോഷവും പെരുമാറ്റത്തിൻ്റെ വിലയിരുത്തലും നാം നടത്തുന്നത് വഴി നാം ശരിക്കും എന്തെങ്കിലും നല്ലത് ചെയ്യണോ അതോ തെറ്റ് ചെയ്യണോ? തെറ്റ്. അന്യൻ്റെ സ്വഭാവവും പെരുമാറ്റവും കൊണ്ട് തനിക്കെന്ത് വേണമപ്പാ? തൻ്റെ സ്വഭാവവും തൻ്റെ പെരുമാറ്റവും അല്ലേ പുണ്യകരമാക്കേണ്ടത്, സാത്വികമാക്കേണ്ടത്, അതല്ലേ ശുദ്ധമാക്കേണ്ടത്, അതല്ലേ തന്നെ നയിക്കാൻ പോണത്. അയൽവക്കക്കാരൻ തെറ്റ് ചെയ്താൽ തനിക്കെന്താ ശിക്ഷ? പോലീസുകാർ അയാളെ വന്ന് പിടിച്ചുകൊണ്ട് പൊക്കോളുന്നു. തനിക്കിപ്പോൾ എന്താ അതുകൊണ്ട് വിരോധം? അപ്പം നമ്മളുടെ അടുത്ത് തെറ്റ് വരരുത് എന്നുള്ളതാകണം നമ്മുടെ ഉദ്ദേശം. അതിന് പകരം നമ്മുടെ ശ്രദ്ധ മുഴുവനും പുറത്താ. ഇതേതുപോലെ തൈജസേ നിദ്രയാപന്നേ. നമ്മുടെ ഫിലോസഫി, ദർശനശാസ്ത്രം എന്ന് പറയുന്നത് വളരെ സമഗ്രമാണ്. നമ്മുടെ വ്യക്തിത്വം ശരീരം മാത്രത്തിൽ ഒതുങ്ങുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താ ഞാൻ പറഞ്ഞേ? നമ്മുടെ വ്യക്തിത്വം ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്ന് വിചാരിക്കരുത്. നമുക്ക് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമുണ്ട്. ലക്ഷോപലക്ഷം കോടാനുകോടി സെല്ലുകളാണ് ശരീരത്തിൽ. അംഗോപാംഗങ്ങൾ അസംഖ്യമുണ്ട്. അങ്ങനെ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു ഭൗതിക സംഘാതമാണ് നമ്മുടെ ശരീരം എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ഈ ശരീരം മുഴുവനും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ അനുഭവത്തെ സംബന്ധിച്ചിടത്തോളം, പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരമോ മുഖ്യം അതോ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയുമോ മുഖ്യം? കാലെടുത്ത് വയ്ക്കണമെങ്കിൽ മനസ്സിൽ തോന്നണം കാലെടുത്ത് വയ്ക്കാൻ. കൈ പൊന്തിക്കണമെങ്കിൽ മനസ്സിലുള്ള നിശ്ചയം വേണം. അപ്പം മനസ്സാണ് ഇവിടെ പ്രയോഗം. ശരീരം മുഴുവനും ഒരു ഉപകരണം പോലെ, ആശാരിയുടെ കയ്യിലുള്ള ഉളി പോലെ മനസ്സിൻ്റെ ഹസ്തങ്ങളിൽ പ്രയോഗിക്കാനുള്ള ഉപകരണം മാത്രമാണ് ശരീരം. അപ്പം നമ്മുടെ വ്യക്തിത്വം ശരീരം കൊണ്ട് അവസാനിക്കുന്നില്ല. ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട ഘടകമുണ്ട്. അതിനെയാണ് 6ാമത്തെ ഇന്ദ്രിയം എന്ന് പറയുക. 5 ഇന്ദ്രിയം, കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് എന്ന് പറയുന്നത്. ഈ 5 എണ്ണത്തിനെയും പ്രയോഗിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമാണ് മനസ്സ് എന്ന് പറയുന്ന 6ാമത്തെ ഇന്ദ്രിയം. അത് അന്തരംഗം, ഉള്ളിലുള്ളതാണ്. ആ മനസ്സിന് 3 അവസ്ഥയാണ്. ഒന്ന് മിഴിച്ചിരിക്കുന്ന അവസ്ഥ, ജാഗ്രത അവസ്ഥ. പിന്നെ ഒന്ന് കിടന്നുറങ്ങുന്ന അവസ്ഥ. അതിപ്പോൾ ബസ്സിലും ഉറങ്ങാറുണ്ട്, കിടക്കണമെന്നില്ല. അപ്പോൾ ഉറങ്ങുന്ന അവസ്ഥ സുഷുപ്തി. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നമ്മുടെ നിയന്ത്രണത്തിലില്ലാതെ മനസ്സ് സ്വയം പ്രയോഗിക്കുന്ന, ആവിർഭവിപ്പിക്കുന്നതായ സ്വപ്നം എന്ന് പറയുന്ന 3 അവസ്ഥയുണ്ട്. ഈ 3 അവസ്ഥകൾ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന് പറയുന്ന 3 എണ്ണം ഉണ്ടാക്കി തീർക്കുന്നതാണ്. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. വിശ്വൻ വിശ്വൻ എന്ന് പറയാൻ എന്താ കാരണം? ഈ ജാഗ്രത അവസ്ഥയിൽ മിഴിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഈ വിശാലമായിരിക്കുന്ന ലോകം, ഈ പരപ്പ്, അസംഖ്യം വസ്തുക്കളും അനന്തമായ ഒരു പരിമാണവും ഒരു മാനവുമുള്ളതായ ഈ ജാഗ്രത അവസ്ഥ. അതിൽ മാത്രമേ നാം പുറത്തേക്ക് നോക്കാറുള്ളൂ, പുറം ദൃഷ്ടിയോടുകൂടി ജീവിക്കാറുള്ളൂ, പുറം വസ്തുക്കളെ ഗ്രഹിക്കാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ബാഹ്യം ആ ബാഹ്യ വിസ്തൃതി, ബാഹ്യത്തിലുള്ള അസംഖ്യത്വം അത് ഈ ജാഗ്രത അവസ്ഥയിലേ ഉള്ളൂ. എന്നാൽ അത് മാത്രമേ നമുക്കുള്ളൂ ഇല്ല. എങ്ങനെയാണോ മിഴിച്ചിരുന്ന് ഈ ലോകവസ്തുക്കളെ മുഴുവനും, സ്ഥൂലമായ വസ്തുക്കളെ മുഴുവനും ഒറ്റയ്ക്ക് വേർതിരിച്ച് നാം കാണുന്നത്, അതേമാതിരി ഈ കാണുന്നതും കാണിക്കുന്നതുമായ കണ്ണുകൾ ഉറങ്ങി. എവിടെ പോയി ഇതൊക്കെ? ഈ ബാഹ്യമൊക്കെ എവിടെ പോയി? മനസ്സിലാവുന്നുണ്ടോ?
കുറച്ചൊന്ന് ചിന്തിക്കും കൂട്ടരെ. നിങ്ങൾ എത്രയോ കിടന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷേ ഉറക്കം ഒരു പാഠമാകുന്നില്ല, അതൊരു ചിന്താവിഷയമാകുന്നില്ല. നമ്മളെ ഉണർത്തിയ ആ മനസ്സാണ് നമ്മളെ ഉറക്കുന്നതും. ദേഹം നമ്മളെ ഉറക്കുന്നുവോ അതോ മനസ്സുറക്കുന്നുവോ? ആ മനസ്സാണ് ഉണർന്നതിന് ശേഷം ഇന്ദ്രിയങ്ങളിലൂടെ ഈ ബാഹ്യപരപ്പിനെ മുഴുവനും കാണുന്നത്. ആ കാണുന്ന ഉൾ മനസ്സുണ്ടല്ലോ, അതിൽ നിന്ന് പിൻവലിഞ്ഞ് ഉറക്കത്തിലങ്ങോട്ട് പോയി. അതാണ് പ്രാജ്ഞൻ. അവിടെ വേറെ ഒരറിവുമില്ല. ഞാൻ ഉറങ്ങി എന്നൊരറിവൊഴിച്ച് വേറെ ഒരറിവുമില്ല. എൻ്റെ ദേഹം എന്നൊരറിവില്ല, മനസ്സ് എന്നൊരറിവില്ല, ബുദ്ധി എന്നൊരറിവില്ല, അഹങ്കാരം എന്നൊരറിവില്ല. പിന്നെയാണോ ഈ ലോകം എന്ന് പറയുന്ന അറിവ്? അവിടെ വേറെ ആൾക്കാരില്ല, അവരുടെ സ്വഭാവവും പെരുമാറ്റവും പരിഗണനയുമില്ല. ഒന്നുമില്ലാതെ ഞാൻ മാത്രമായി ജ്ഞാനത്തിൽ മാത്രം മുങ്ങിയിരിക്കുന്നൊരവസ്ഥ. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് തൈജസൻ. എന്താ ഈ തൈജസൻ എന്ന് പറയാൻ കാരണം? ഈ ഉറക്കം എന്ന് പറയുന്നത് ഇരുട്ടുപോലെയാണ്, ജാഗ്രത എന്ന് പറയുന്നത് ബാഹ്യപ്രകാശമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ ഉദിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകാശം നൽകുന്ന മറ്റ് വെളിച്ചം മുതലായിട്ടുള്ളതോടെ ബാഹ്യലോകത്തിലുള്ള വസ്തുക്കളെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ബാഹ്യപ്രകാശം, ഉറക്കത്തിലോ തീരുമാനം അന്ധകാരം, സ്വപ്നത്തിലോ ഒരു ഉൾപ്രകാശം. ആ ഉൾപ്രകാശത്തിലാണ് സ്വപ്നലോകവും സ്വപ്ന വസ്തുക്കളും സ്വപ്നത്തിലുള്ള ഈശ്വരനും സ്വപ്ന ശരീരവും എല്ലാം തന്നെ വെളിപ്പെടുന്നത് സ്വപ്നത്തിലാണ്. മനസ്സിലായോ? ആദ്യത്തത് വിശ്വൻ, പിന്നത്തത് പ്രാജ്ഞൻ, ഉള്ളിൽ വന്ന് വരുന്നത് തൈജസൻ. അങ്ങനെ മൂന്നെണ്ണമാണ് ഈ ജാഗ്രത അവസ്ഥയെയും സുഷുപ്തിയെയും സ്വപ്നാവസ്ഥയെയും രചിക്കുന്നത്. അതിലിവിടെ പറയുന്നത് തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതനഃ മായാം പ്രാപ്നോതി മൃത്യും വാ. അപ്പം ഈ ജാഗ്രത അവസ്ഥ അങ്ങോട്ട് പോയാലോ രണ്ട് സാധ്യതയാണ് ഉള്ളത്. കേൾക്കുന്നുണ്ടോ? രണ്ട് സാധ്യതയാണ് ഉള്ളത്. എന്താ ഒരു സാധ്യത? നല്ലപോലെ ഗാഠമായി കിടന്നുറങ്ങുന്നു. അതേ, ഇന്നലത്തെ ഉറക്കമുണ്ടല്ലോ, ഒന്നും അറിഞ്ഞില്ല, ചത്ത പോലെയായിരുന്നു. അങ്ങനെ പറയാറില്ലേ? അപ്പം അതാണ് മൃത്യും വാ എന്ന് പറയണത്. എന്തിനാ ഞാനിത് പറയണത്? ഒരു സന്ദേശം നിങ്ങൾക്ക് തരാൻ. ഒരൊറ്റ ആള് മരണത്തെ ഭയപ്പെടരുത്. എന്ത്? നമ്മൾ മരിച്ചാൽ നമുക്കറിയില്ല ഞാൻ മരിച്ചു എന്ന്. ഉറക്കത്തിൽ നിന്ന് നാം എണീക്കണു, മരണത്തിൽ നിന്ന് എണീക്കില്ല. മരണം എന്ന് പറയുന്നത് എന്നേക്കുമായിരിക്കുന്ന ഒരു ഉറക്കമാണ്. സാധാരണയുള്ള ഉറക്കമോ പിന്നെ എണീക്കാവുന്ന ഒരുറക്കമാണ്. മൃത്യുഹു അത്യന്ത വിസ്മൃതി. മരണം എന്ന് പറയുന്നത് എന്നേക്കുമായി അന്തമില്ലാത്ത ഒരു ഉറക്കമാണത്. അപ്പോൾ ഉറങ്ങാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? അതുകൊണ്ട് മരിക്കാനോ? നിങ്ങൾ മരണം എന്ന് പറഞ്ഞതുകൊണ്ട് മരിക്കാൻ പോണില്ല. അതുകൊണ്ട് മരണം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞോളൂ, തെറ്റില്ല. പറയുന്നുണ്ടോ? എന്നാ എല്ലാവരും ഒന്ന് പറയും കേൾക്കട്ടെ. തീ എന്ന് പറഞ്ഞാൽ നാവ് ചൂടുവോ? അപ്പം മരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുവോ? ജീവിക്കണം എന്ന് പറഞ്ഞാൽ ജീവിക്കുവോ? ഇത് രണ്ടും നമ്മുടെ കയ്യിലല്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. നാഭിനന്ദേ ധ്രുവം മൃത്യും അധ്രുവം വാഭിജീവിതം. ഒരൊറ്റ ആളും നാഭിനന്ദേ ധ്രുവം മൃത്യും, മരിക്കാനായി പ്രത്യേകിച്ച് ഇഷ്ടപ്പെടരുത്. ആരും പറയരുത് മരണം അതല്ല ജീവിത പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗം. ഒരിക്കലുമല്ല. ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണർന്നിരിക്കുന്ന ദശയിൽ ഉണ്ടാകുന്നതാണ്. മനസ്സാണ് അതിൻ്റെ രചയിതാവ്, അത് ഉണ്ടാക്കുന്നത്. ആ മനസ്സിൻ്റെ അടിത്തട്ടിൽ തന്നെ അതിനുള്ള പരിഹാരവുമുണ്ട്. എന്ത് പ്രശ്നത്തിനും മനസ്സിൽ തന്നെയാണ് പരിഹാരം, അതൊരിക്കലും മാറുന്നില്ല. അതുകൊണ്ട് നാഭിനന്ദേ ധ്രുവം മൃത്യും, മരണം എല്ലാവർക്കും ഉള്ളതാണ്, സുനിശ്ചിതമാണ്. ജന്മം, വളർച്ച, ക്ഷയം, മരണം ഇതൊക്കെ പ്രകൃതിയുടെ സംവിധാനത്തിൽപ്പെട്ട അവസ്ഥകളല്ലേ? അതിൽ നമുക്ക് ഇടപെടാൻ പറ്റുമോ? ആരും മരിക്കരുത് എന്ന് വിചാരിച്ചാൽ ഇവിടെ പെൻഷൻ മേടിക്കുന്നവരെ ഉണ്ടാവുള്ളൂ. പുതിയതായിട്ട് ശമ്പളം കൊടുക്കാൻ ആർക്കും പൈസ ഉണ്ടാവില്ല ഖജാനയിൽ. അപ്പോൾ പെൻഷനേഴ്സൊക്കെ മരിക്കണം, വയസ്സായവരൊക്കെ മരിക്കണം. ഇല്ലെങ്കിൽ ഒരു വീട്ടിൽ എത്ര ആളുണ്ടാവും? മുത്തശ്ശൻ്റെ അവിടുന്ന് പിടിച്ച് പുറപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ എത്ര മുറി വേണം? അപ്പം മരിക്കണ്ടേ? നമുക്കും മരിക്കണ്ടേ?
അത് മുമ്പിലും ആവാൻ പോണില്ല, പിൻപിലും ആവാൻ പോണില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ നാരണത്ത് പ്രാന്തൻ്റെ കേസ്? അദ്ദേഹം പല സ്ഥലത്തിലും ഒരു വലിയ ജ്ഞാനിയായിരുന്നു. ചുടലക്കാട്ടിലൊക്കെ കഴിച്ചുകൂടും. ഒരു ദിവസം ചെന്നു, ഇങ്ങനെ രാത്രി പോകുമ്പോൾ ചുടലപ്പറമ്പാന്നൊന്നും അങ്ങോട്ട് അറിയില്ല. അവിടെ തീ ഇങ്ങനെ പുകയണു. നോക്കിയപ്പോൾ ഒരു ശവം ദഹിക്കുക. അവിടെ ചെന്ന് കൂടി. ശവം ഒരു ഭാഗത്ത് ദഹിക്കണു. അദ്ദേഹം അതിനൊരു കൊള്ളിയെടുത്തു, ഒരു ചെറിയൊരു അടുപ്പ് പൂട്ടി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചട്ടി ഉണ്ടായിരുന്നു. കുറച്ച് അരി വെള്ളമൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ. രാത്രി 12 മണിയായപ്പോൾ ഭദ്രകാളി വന്നു. ഭദ്രകാളി വന്നിട്ട്, ആരടാ എൻ്റെ പറമ്പിൽ? ഞാനാണ്. അപ്പോൾ ഭദ്രകാളി, ആര്? ഞാൻ വന്ന് നൃത്തം ചെയ്യേണ്ട സമയത്ത് നീ വന്നിരിക്കുകയാണോ? അങ്ങനെയാണോ? ആ, നൃത്തം ചെയ്യാൻ പോകുന്നുണ്ടോ? എന്താ ചെയ്തോളൂ, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, അസനായിട്ട് കാണാമല്ലോ. ഭദ്രകാളി വന്ന് നൃത്തം ചെയ്യണത് കാണുക വളരെ സന്തോഷമാണ്. അതുകൊണ്ട് അങ്ങ് വന്നോളൂ, താങ്കൾ വന്ന് നൃത്തം ചെയ്തോളൂ, ഞാനിപ്പുറത്തും ഇരിക്കാം. ഇത് വെന്തു എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇരുന്ന് ഊണ് കഴിക്കുക, അത് കഴിഞ്ഞ് എൻ്റെ പാട്ടിൽ പോവും. ഹൈ, അതെന്താണോ അതങ്ങനെ? എന്നെ പേടിക്കാത്തവരുണ്ടോ? ഞാൻ പേടിപ്പിക്കും. ആ, പേടിപ്പിക്കണമെങ്കിൽ പേടിപ്പിച്ചോളൂ. ഞാൻ ഭദ്രകാളിയാണ്, എൻ്റെ ഭയങ്കര രൂപം കാണിക്കും. ആ, അത് കാണാൻ വളരെ സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ഭയങ്കര രൂപമൊക്കെ കാണിച്ചിട്ട് നാരണത്ത് പ്രാന്തന് പേടിയായില്ല. അപ്പോൾ ഭദ്രകാളി വിഷമത്തിലായി. ഞാൻ എൻ്റെ ഭയങ്കര രൂപം കാണിച്ച് പേടിക്കാത്ത ഒരാൾ എന്നെ ജയിച്ചു, അപ്പോൾ സമ്മാനം കൊടുക്കണം എന്നായി. എന്താ സമ്മാനം? എനിക്ക് എന്തെങ്കിലും അനുഗ്രഹം തരണം. എന്താ അനുഗ്രഹം? എനിക്ക് ഒരനുഗ്രഹവും വേണ്ട. ഞാൻ വളരെ ആപ്തകാമനാണ്, എല്ലാ അഭിലാഷങ്ങളും നിറവേറിയിട്ടുള്ളവനാണ്, ഉൾപൂർണനാണ്. അതുകൊണ്ട് അങ്ങക്ക് എന്താ അനുഗ്രഹം തരാൻ പറ്റുക? ദേവി, ഒന്നും വേണ്ടാന്ന് പറഞ്ഞൂലേ. അത് പറ്റില്ല, ഒരു അനുഗ്രഹം തന്നേ തീരൂ, അത് എൻ്റെ ആവശ്യമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് എത്ര ആയുസ്സുണ്ടോ അതിലൊരു ദിവസം കൂട്ടിത്തരൂ. ആ, അയ്യോ, അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല. ആയുസ്സൊക്കെ മുൻപേ നിശ്ചയിച്ചിട്ടുള്ളതാ, അതിൽ നീട്ടൽ സാധ്യമല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഒരു ദിവസം കുറച്ച് തരൂ. അയ്യോ, അതും പറ്റില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റുക? എന്താ അനുഗ്രഹം തരാൻ പറ്റുക? ഒരു കാര്യം ചെയ്യൂ, എൻ്റെ വലത്തെ കാലിൽ മന്തുണ്ട്, അതൊന്ന് മാറ്റി തരുമോ? അയ്യോ, അതും പറ്റില്ല, കർമ്മബന്ധം കൊണ്ട് വന്നിട്ടുള്ളതാ, അത് നീക്കാനും എനിക്ക് പറ്റില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, വലത്തെ കാലിലത്തെ മന്ത് ഇടത്തെ കാലിലാക്കി കളയൂ. അപ്പോൾ പിന്നെ അനുഭവത്തിന് വ്യത്യാസമില്ലല്ലോ, എങ്ങനെയായാലും മന്തുണ്ടല്ലോ. അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഭദ്രകാളി ഇടത്തെ കാലിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു അത്രേ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഒരൊറ്റ ആൾ മരണത്തെപ്പറ്റി പേടിക്കരുത്. നിങ്ങൾ പറഞ്ഞത് കൊണ്ടത് മുൻപ് വരൂല്ല, അതിനെ വെറുത്തത് കൊണ്ടോ ഓട്ടിപ്പാച്ചത് കൊണ്ടോ അത് വൈകാനും പോകുന്നില്ല. അത് അതിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് അങ്ങോട്ട് വന്നോളും. അതുകൊണ്ട് ഭയത്തെ ഒരൊറ്റ ആളും പേടിക്കരുത്. ഒന്ന്, ആ മരണത്തെ. പിന്നെ മരണം എന്ന് പറയുന്നത് ഉറക്കം മാത്രമാണ്. എന്നും നാം മരിക്കുന്നുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് എണീക്കണു. ഒരു ദിവസം മരിക്കും, പിന്നെ എണീക്കില്ല. വല്ലവരും നമ്മുടെ ശരീരം എടുത്ത് ചിതയിൽ കൊണ്ടുവച്ച് ദഹിപ്പിച്ചോളൂ. അത് അവരുടെ ചുമതലയാണ്, നമുക്കൊരു ചുമതലയില്ല. ആ, ഇപ്പോൾ സ്വാമിജി ഇവിടെ കിടന്ന് പ്രാണനാ പോയാൽ പിന്നെ സ്വാമിജിക്ക് വല്ല ചുമതലയുണ്ടോ? നിങ്ങളൊക്കെ അത് കൊണ്ടുപോകും, ഇവിടെയൊക്കെ പുണ്യാഹം തെളിക്കും, പിന്നെ മാറ്റേണ്ടതൊക്കെ മാറ്റും. ഇതൊക്കെയല്ലേ ഉണ്ടാവാൻ പോണത്. അപ്പോൾ യാതൊരു കൂസലും ആ കാര്യത്തിനെ പറ്റി വേണ്ട. മായാം പ്രാപ്നോതി മൃത്യും വാ. അപ്പോൾ കിടന്ന് ഉറക്കിയിട്ട് ഈ തൈജസൻ എന്ത് ചെയ്യണു? ഒന്നിലോ നമ്മെ മൃത്യു ഗ്രഹിക്കുന്നു, അല്ലെങ്കിലോ ഈ സ്വപ്നം എന്ന് പറയുന്ന മായ. വളരെ വ്യക്തമാണ് സ്വപ്നം മായയാണെന്ന്. എന്താ? സ്വപ്നകാലത്തിൽ ആ ഉള്ളതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ജാഗ്രത അവസ്ഥയിൽ എങ്ങനെയാണോ ജാഗ്രത വസ്തുക്കൾ നമുക്ക് അനുഭവവേദ്യമാകുന്നത്, അതേമാതിരി സ്വപ്നത്തിലുള്ള അനുഭവങ്ങളും വളരെ വളരെ വ്യക്തമാണ്. വയറ് നിറച്ച് ഊണ് കഴിച്ചു, അങ്ങനെ കൂടുതൽ ഊണ് കഴിച്ചാൽ സ്വപ്നം കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ വയറ് നിറച്ച് ഊണ് കഴിച്ചു, കിടന്നു, ഉറങ്ങി ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു സ്വപ്നമായി. സ്വപ്നത്തിൽ എന്താ? വലിയ വിശപ്പ്. മുംബൈക്ക് പോയിരിക്കുക. അവിടെ ആൾക്കാരെല്ലാം കൂടി പോയി എയർപോർട്ടിൽ ഇറങ്ങി, അങ്ങനെ നടന്നു പിടിച്ചു 2 മണിക്കൂറായി. വലിയ വിശപ്പ്. ആ വിശപ്പ് തീരാൻ എന്ത് വേണം? സ്വപ്ന ഹോട്ടലിൽ ചെന്ന് സ്വപ്ന ഭക്ഷണം കഴിക്കണം, വേണ്ടേ? അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിൽ കഴിച്ച ഭക്ഷണം ജാഗ്രത അവസ്ഥയിൽ മാത്രമേ അതിന് വിലയുള്ളൂ, സ്വപ്നത്തിൽ വിലയുണ്ടോ? അപ്പോൾ സ്വപ്നത്തിലുള്ള വിശപ്പ് തീരാൻ സ്വപ്ന ഭക്ഷണം കഴിച്ചിട്ടാണ് മാറിയത്. ഇതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് എയർപോർട്ടിൽ വന്ന് പ്ലെയിൻ കയറാൻ പുറപ്പെടുമ്പോഴേക്കും സ്വപ്നം ബ്രേക്ക് ചെയ്തു, നിന്നു. നോക്കിയപ്പോൾ എന്താ? വയറ് നിറച്ചിട്ടുണ്ട് ഭക്ഷണം. അപ്പോൾ ഏത് ശരീരം കൊണ്ടാണ് ഈ പോയത്? ഏത് വയറ്റിനായിരുന്നു വിശപ്പ്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ആ കണ്ടത് മുഴുവൻ ഭ്രമമാണെന്നുള്ളത് ശരിയല്ലേ? അല്ലേ? അത് സംശയമുണ്ടോ? അത് എപ്പോഴാ ബോധ്യം വരുന്നത്? സ്വപ്നം വിട്ട് ഉണരുമ്പോഴാണ്, കണ്ണു മിഴിക്കുമ്പോഴാണ് ബോധ്യം വരുന്നത്. അപ്പോൾ സ്വപ്നം നമ്മുടെ മനസ്സല്ലേ രചിച്ചത്? ആ
ആ മനസ്സ് എവിടെയായിരുന്നു? ശരീരത്തിൻ്റെ ഉള്ളിൽ. ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനസ്സ് ശരീരാതിർത്തികളെ ഭേദിച്ചുകൊണ്ട് ഒരു സ്വപ്ന ലോകവും ഒരു മുംബൈ നഗരവും ഉണ്ടാക്കാൻ അതിന് സാധിക്കുമോ? അങ്ങനെ ഒരു മുംബൈ നഗരം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ ഈ ശരീരം പൊട്ടില്ലേ? എന്താ മിണ്ടാത്തെ? പൊട്ടില്ലേ? പക്ഷേ ഉണ്ടായത് ശരിയാണോ? അനുഭവം ശരിയല്ലേ? അപ്പം നമ്മുടെ മനസ്സാണ് ആ സ്വപ്ന പ്രപഞ്ചം മുഴുവൻ രചിച്ചത്. ആ സ്വപ്നത്തിൽ ചിന്തകൾ പോലെ സൂക്ഷ്മമായിരിക്കുന്ന വികാരങ്ങൾ മാത്രമോ അതോ സ്ഥൂല വസ്തുക്കളും ഉണ്ടായിരുന്നോ? സൂക്ഷ്മ വസ്തുക്കൾ മാത്രം. ബോംബെ നഗരമേതാ? ഊണ് കഴിച്ചതോ? അവിടെ ആ അനുഭവ സമയത്ത് അതൊക്കെ സ്ഥൂല വസ്തുക്കളാണ്. അതിൽ നമുക്കൊരു മനസ്സുണ്ട്. ആ മനസ്സ് സൂക്ഷ്മമാണ്. അതിൽ ചിലപ്പോൾ സ്വപ്നത്തിൽ നമ്മൾ വിചാരിക്കാം, ആലോചിക്കാം, പോകാം. ആ സ്വപ്ന ചിന്തകളൊക്കെ സൂക്ഷ്മമാണെന്ന് പറയാം. അപ്പോൾ ഈ മനസ്സ് സ്ഥൂല വസ്തുക്കളെ സൃഷ്ടിക്കാൻ ശക്തമോ അതോ അശക്തമോ? അതേ മനസ്സ് തന്നെയാണ്. അതേ മനസ്സ് തന്നെയാണ്. അതേ മനസ്സ് തന്നെയാണ്. എന്ത്? ഈ ശരീരത്തിൽ നിങ്ങളൊക്കെ ഗർഭം ധരിച്ചവരും ധരിപ്പിച്ചവരും ഉണ്ടാവുമല്ലോ ഇവിടെ കുറേ ആൾക്കാർ. എന്താ സംഭവിച്ചിരിക്കുന്നത്? പുരുഷ ശരീരത്തിൽ നിന്ന് ചെറിയ ഒരംശം മൈക്രോസ്കോപ്പിലും കൂടി കാണില്ല ഒരു സ്പേം ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ച് ഫലോപ്പിയൻ ട്യൂബിൽ ചെന്ന് സ്ത്രീയിൽ നിന്ന് വരുന്ന അണ്ടം അതും മൈക്രോസ്കോപ്പിക്കൽ സൂക്ഷ്മദർശിനിയിലൂടെ കാണേണ്ടതാണ്. അതങ്ങനെ വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി. അനവധി സ്പേംസ് അങ്ങനെ പാഞ്ഞു പോയി തൊട്ടില്ല. ഒരെണ്ണം അവിടെ തൊട്ടു. അപ്പോൾ ഗർഭം തുടങ്ങി. ആ തുടങ്ങിയത് പതുക്കെ ഫലോപ്പിയൻ ട്യൂബിൽ നിന്ന് ഗർഭപാത്രത്തിൽ ഇറങ്ങി അവിടെ പോഷകങ്ങളും എല്ലാം സ്വീകരിച്ച് വളർന്ന് ആ ചെറിയ 2 അണ്ടങ്ങൾ അണുക്കളാണ്. ആ ചെറിയ 2 അണ്ടങ്ങൾ കൂടിച്ചേർന്ന് ആ 2 ഭാഗത്തിൽ നിന്നുമുള്ള ജീവാംശങ്ങൾ കൂടിച്ചേർന്ന് അവിടെ അത് വളർന്ന് ആദ്യമായിട്ട് ബുദ്ധിയുടെ ഉൾഭാഗമാണ് ഉണ്ടായത്. ആ ബുദ്ധിയിലൂടെയാണ് പിന്നെ കണ്ണ്, മൂക്ക്, കാത്, ചെവി, നാവ്, കാല്, കയ്യ് ഇതൊക്കെ 5-8 മാസം കൊണ്ട് വളർന്നുണ്ടാവുന്നതാണ്. അപ്പം ഈ ശരീരത്തിൻ്റെ അംഗങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് ആരാ? അതിൽ അച്ഛനമ്മമാർക്ക് വല്ല പങ്കുണ്ടോ? അമ്മ ഊണ് കഴിച്ചത് വയറ്റിലേക്കാ, ഒരു ഉരുള ഗർഭപാത്രത്തിലേക്ക് പോയോ? അമ്മയുടെ വിശപ്പ് നോക്കിയിട്ടാണ് അമ്മ ഉണ്ടിരിക്കണത്. കുട്ടിയുടെ വിശപ്പ് നോക്കി ഉണ്ടിട്ടുണ്ടോ? ഇവിടെ അമ്മമാരുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ കുട്ടിയുടെ വിശപ്പ് പറഞ്ഞു കൊണ്ടിട്ടുണ്ടോ? അപ്പം അമ്മ ഉണ്ടത് അമ്മയുടെ വയറ്റിലേക്കാണ്. ആ വിശപ്പ് മാറാനാ. അമ്മയുടെ ശരീരത്തിലുള്ള രക്തമെടുത്ത് ആ ഉള്ളിലിരിക്കുന്ന ആ ശക്തി, അതിസൂക്ഷ്മമായിരിക്കുന്ന അന്തരാത്മമായിരിക്കുന്ന ശക്തി, അതാണ് ഈ പുളിയും കുരു കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നത് മാതിരി ഈ ശരീരം മുഴുവൻ ഉണ്ടാക്കിയത്. അതിൽപ്പെട്ടതാണ് ഈ കണ്ണ്, അതിൽപ്പെട്ടതാണ് ഈ ചെവി, അതിൽപ്പെട്ടതാണ് ഈ മൂക്ക്, അതിൽപ്പെട്ടതാണ് നാവ്, അതിൽപ്പെട്ടതാണ് നമ്മുടെ ത്വക്ക്. അപ്പം താൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായ ഈ താൻ എന്ന് പറഞ്ഞാൽ ആരാ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ ആയി പരിലസിക്കുന്ന ആ ഉള്ളുണർവുണ്ടല്ലോ. ആ ഉണർവ് തൻ്റെ സ്വന്തം ശക്തിയാൽ രൂപപ്പെടുത്തുന്നതാണ് ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളും ആ ഇന്ദ്രിയങ്ങൾക്ക് പാർപ്പിടമായിരിക്കുന്ന ദേഹവുമെല്ലാം. ആ ഇന്ദ്രിയങ്ങളിലൂടെ നോക്കിയിട്ടാണ് ഈ ലോകത്തെ പാഞ്ചഭൗതിക പ്രപഞ്ചത്തെ നിങ്ങൾക്ക് അനുഭവപ്പെടുത്തുന്നത്. അപ്പം സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്ന അതേ മനസ്സല്ലേ ഈ ജാഗ്രത്തിലും പ്രവർത്തിക്കുന്നത്? നാം ലോകത്തിനെ കാണുന്നുവോ ലോകം നമ്മെ കാണുന്നുവോ? ഞാൻ ഈ തൂണിനെ കാണുന്നു, വെളിച്ചം കാണുന്നു, അതെന്നെ കാണുന്നുണ്ടോ? സൂര്യനെ ഞാൻ കാണുന്നു, അതെന്നെ കാണുന്നുണ്ടോ? സൂര്യൻ എനിക്കൊരു കാഴ്ച വസ്തുവല്ലേ? ഞാൻ സൂര്യന് കാഴ്ച വസ്തുവാണോ? സൂര്യന് കണ്ണില്ല കാണാൻ, ചന്ദ്രന് കണ്ണില്ല കാണാൻ. കണ്ണിവിടെ ജീവജാലങ്ങൾക്കേ ഉള്ളൂ. നമ്മുടെ കണ്ണുണ്ടാക്കിയത് ആരാ? ഏതെങ്കിലും ഒരു പുറം വസ്തുവാണോ നമ്മുടെ ശരീരം ഉണ്ടാക്കിയത്? പുറം വസ്തുക്കളെ നാം ഉപയോഗിച്ചിട്ടുണ്ടാവാം ശരീര നിർമ്മാണത്തിന് വേണ്ടി, അമ്മയുടെ രക്തബീജങ്ങൾ. പക്ഷെ നമ്മുടെ ശരീരം മുഴുവൻ രൂപപ്പെടുത്തിയത് ഉൾശക്തിയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ കൂട്ടരെ? മനസ്സിലായിട്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാക്കിയ ഈ ഇന്ദ്രിയങ്ങൾ അവ വച്ചുകൊണ്ടാണ് ഈ കാണുന്നത്. എന്നിട്ട് എന്താ? താവത് നാനാർത്ഥ ദൃക്പുമാൻ. എങ്ങനെയാണോ ഈ ഉള്ളുണർവ് ജാഗ്രത്തിൽ നിന്ന് നമ്മളെ പിൻവലിപ്പിച്ച് സ്വയം ഉറങ്ങി മരണാനുഭവം തരുന്നത്,
അതേ ഉള്ളുണർവ് ഉറക്കത്തെ വിട്ട് വേറെ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് ആ പ്രപഞ്ചത്തിലൂടെ വ്യവഹരിപ്പിക്കുന്നത് അതേ മനസ്സ് തന്നെയാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തു കടന്ന് ഈ ബാഹ്യവസ്തുക്കളെ അനുഭവിപ്പിക്കുന്നതും. അപ്പം ഈ ബാഹ്യാനുഭവങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ളത് ആര് അല്ലെങ്കിൽ എന്ത്? നമ്മുടെ ഉള്ളിലുള്ള മനസ്സ്, ഉള്ളിലുള്ള ബുദ്ധി, ഉള്ളുണർവ്. ആ വിശേഷപ്പെട്ട ഉണർവ്, ആ ഉണർവിനെ എങ്ങനെ ചിത്രീകരിക്കും? മാണ്ഡൂക്യോപനിഷത്ത് പറയുകയാണ്, ന അന്തഃപ്രജ്ഞം ന ബഹിഃപ്രജ്ഞം നോ ഭയതഃപ്രജ്ഞം ന പ്രജ്ഞം നാപ്രജ്ഞം ന പ്രജ്ഞാനഘനം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സവിജ്ഞേയ. ഈ ലോകത്തിലെല്ലാം കൂടി അറിയാനുള്ളത് ഒരൊറ്റ വസ്തുവേ ഉള്ളൂ, ഈ ആത്മാവ്. ആത്മാ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമ്മുടെ ഉള്ളിലുള്ളത്, ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത്. ഏതിനെയാണോ നിങ്ങളെല്ലാവരും ഞാൻ 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 എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്, അതാണ് ആത്മാവ്. ആ ഒരൊറ്റെണ്ണമേ ഇവിടെ അറിയാനുള്ളൂ. ആ ആത്മാവ് രചിച്ചതാണ് ഈ ശരീരം, ആ ആത്മാവ് രചിച്ചതാണ് ഇന്ദ്രിയങ്ങൾ. അതിൻ്റെ പ്രകടനമാണ് മനസ്സ്, അതിൻ്റെ വേറെയൊരു പ്രകടനമാണ് ബുദ്ധി, അതിൻ്റെ ഇനിയൊരു പ്രകടനമാണ് അഹങ്കാരം. ആ ആത്മാവ് തന്നെയാണ് ഇതെല്ലാം ആയി ഉൾപ്രപഞ്ചത്തെ സ്വപ്നദശയിൽ സൃഷ്ടിക്കുന്നത് പോലെ മിടിച്ചിരിക്കുന്ന സമയത്ത് ജാഗ്രത അവസ്ഥയിൽ ഈ ബാഹ്യവസ്തുക്കളെയും സൃഷ്ടിച്ച് ആ ബാഹ്യവസ്തുക്കൾ അനവധി ഉണ്ടാക്കി ആ അനവധിയിലൂടെ മനുഷ്യനെ ഭ്രമിപ്പിക്കുന്നത്. കൃഷ്ണൻ പറയണത് ശരിയാവുണ്ടാവോ? ഉദ്ധവന്മാർ കേൾക്കുന്നുണ്ടാവോ? വൈകുണ്ഠത്തിലിരുന്നാ കേൾക്കണത്, അതാ വിശേഷം. തൈജസേ നിദ്രയാപന്നേ പിണ്ഡസ്ഥോ നഷ്ടചേതനഃ മായാം പ്രാപ്നോതി മൃത്യും വാ താവത് തദ്വത് നാനാർത്ഥദൃക്പുമാൻ. എങ്ങനെ ഉറക്കം വിട്ട് സ്വപ്നം എന്ന് പറയുന്ന മായയിൽ ചെന്ന് പെടുന്നുവോ അതേമാതിരി തദ്വത്, അതേപോലെയാണ് നാനാർത്ഥദൃക്പുമാൻ, പല വസ്തുക്കളെയും ഇന്ദ്രിയങ്ങൾ മുഖേന കാണുന്നതായ മനുഷ്യനും. അപ്പോൾ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് ഒരു ഉണർച്ചയുണ്ട്. ഈ ജാഗ്രത്തിൽ നിന്ന് ഉറക്കത്തിലേക്കുള്ള പോക്കും സ്വപ്നത്തിലേക്കുള്ള നിർഗമനവും മാത്രമേ ഉള്ളൂ. ഈ ജാഗ്രതയിലേക്ക് മാറി 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 നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തു വേണം? ഈ അറിവ് നേടി ആ അറിവിലൂടെ ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഉണ്ടാക്കി തീർക്കുന്നതായ ആ ഇന്നലെ ഞാൻ പറഞ്ഞത് മാതിരി തുരീയം എന്ന് പറയുന്ന നാലാമത്തതിൽ ഉറച്ചിരുന്ന് ഈ മൂന്നും വന്നു പോകുന്നതാണ്, മനഃകൃതമാണ്, മനോരചനയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഒരു പുതിയ ഒരു ബോധം വളർത്തണം. കിം ഭദ്രം കിമഭദ്രം വാ ദ്വൈതസ്യാ വസ്തുനഃ കിയത് വാചോദിതം തദനൃതം മനസാ ധ്യാതമേവ ച. എനിക്കിത് പറയുമ്പോൾ ഇപ്പോഴും ഒരു സങ്കോചമുണ്ട്. എന്തു പറയണു നിങ്ങൾ? ഒരു മനസ്സിനൊരു ഇത് പറയട്ടെ, പറഞ്ഞാൽ കേൾക്കുവോ ഗ്രഹിക്കുവോ എന്നിങ്ങനെ ഒരു സംശയം എപ്പോഴും വരുന്നുണ്ട്. കിം ഭദ്രം കിം അഭദ്രം വാ. ഉദ്ധവ ഇക്കണ്ട കാലവും ജീവിച്ചില്ലേ? എൻ്റെ കൂടെയല്ലേ നടന്നത്? ഞാനല്ലേ അങ്ങയുടെ സ്വാമി. ഒരു സ്വാമി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണത് കേൾക്കൂ, ഗ്രഹിക്കൂ, കേൾക്കൂ. കിം ഭദ്രം കിം അഭദ്രം വാ. ഇങ്ങനെ ഈ ജാഗ്രത് പ്രപഞ്ചം മുഴുവനും നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ടറിയുന്ന വസ്തുജാലങ്ങൾ മുഴുവനും മനസ്സ് രചിക്കുന്നതാണ്. അത് സ്വപ്നം പോലെയാണ് എന്ന് വന്നാൽ ഇവിടെ കിം ഭദ്രം കിം അഭദ്രം വാ. ഇവിടെ ഭദ്രമായിട്ട് മംഗളകരമായിട്ട് വല്ലതുമുണ്ടോ, അമംഗളകരമായിട്ട് വല്ലതുമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ നല്ല നല്ല പദാർത്ഥങ്ങൾ കഴിക്കാനായി ഒരു മുഖം, ഒരു വായുണ്ട്. ആ വായിലൂടെ നല്ല നല്ല പദാർത്ഥങ്ങൾ കഴിക്കണു. ഈ വായിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 അടി 2 അടി ദൂരെയാണ് മലദ്വാരം. ആ മലദ്വാരത്തു നിന്ന് പുറത്തു വരണതോ ദുർഗന്ധമുള്ളതാണ്. എന്നാൽ ഈ മലദ്വാരവും ഈ ദുർഗന്ധമുള്ള മലവും പുറത്തു വരാഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കലും വിശപ്പും നടക്കുമോ? മനസ്സിലായില്ല. അപ്പോൾ വായ ഭദ്രമാണെന്നോ മലദ്വാരം അഭദ്രമാണെന്നോ പറയാൻ പറ്റുമോ? ഇവിടെയാണ് ഭക്ഷണം കിടക്കുന്നത്, ഇവിടെയാണ് മലം കിടക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ എത്ര ദൂരമുണ്ട്? 6 ഇഞ്ച് ദൂരമുണ്ട് അല്ലേ? ഇത് രണ്ടും കൂടിയതല്ലേ നമ്മുടെ ശരീരം. അപ്പോൾ ഒന്ന് നല്ലത് പിന്നെ ഒന്ന് ചീത്താന്ന് ഇവിടെ പറയാനുണ്ടോ?
അപ്പോൾ നല്ലത് ചീത്ത എന്നുള്ള വിചാരമൊക്കെ വിട്ടുകളയൂ. ഈ നല്ലതും ചീത്തയും രണ്ടും കൂടി അവാസ്തവമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ളതാണ്. കിം ഭദ്രം കിം അഭദ്രം വാ ദ്വൈതസ്യ അവസ്തുനഃ കിയത്. ഈ രണ്ട് അല്ലെങ്കിൽ രണ്ടിലധികം നാനാത്വം ബഹുത്വം എന്ന് പറയുന്നത് മുഴുവനും അവസ്തുനഃ. ഇത് എവിടം വരെ ജനിച്ചത് മുതൽക്ക് തുടങ്ങി ഈ വേർതിരിച്ച് കാണൽ, പുണ്യമെന്നും പാപമെന്നും ഞാനെന്നും നീയെന്നും അവനെന്നും ഇവളെന്നും സ്വർഗമെന്നും നരകമെന്നും ഇന്നലെയെന്നും ഇന്നെന്നും ഇന്നെന്നും നാളെയെന്നും. ഇന്നലെ ഇന്ന് നാളെ ഇങ്ങനെ 3 എണ്ണുണ്ടോ? ഒന്ന് കാണിച്ചു തരൂ. ഇന്നലെ എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഇന്നലേക്ക് ചെല്ലുക, ഒന്ന് അനുഭവിക്കാൻ. ഇനി നാളേക്കൊന്ന് ചെല്ലുക. എന്നും നാം ഇന്നാണോ ജീവിക്കുന്നത് അതോ ഇന്നലെയും നാളെയുമോ? മനസ്സിലാവണില്ലേ പറയുന്നത്? ഇന്നലേന്നൊന്നുണ്ടോ? ഉണ്ടായിരുന്നു, നാളെ ഉണ്ടാകാൻ പോകുന്നു. നാം എന്നും ജീവിക്കുന്നത് ഇന്നാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ഇന്നലെ എന്ന് പറയണേ? എന്തിനാണ് ഈ നാളെ എന്ന് പറയണേ? അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? കാണിച്ചു തരൂ. പിന്നെ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ ലോകത്തിനെ സംബന്ധിച്ച വാക്കുകളും. ബുദ്ധിയുടെ മുൻപിൽ ഈ പ്രപഞ്ചമാസകലം തകർന്ന് തരിപ്പണമാവും. ബുദ്ധി ഉണ്ടോ നിങ്ങൾക്ക്? ഭക്തി ഉണ്ടോ നിങ്ങൾക്ക്? ഈശ്വരവിശ്വാസമുണ്ടോ? എന്നാൽ ഈ ഓരോ വാക്കും അർത്ഥസഹിതം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ദ്വൈതസ്യാവസ്തുനഃ കിയത് വാചോദിതം തദനൃതം മനസാ ധ്യാതമേവ ച. കേൾക്കുന്നുണ്ടോ? വാചാ ഉദിതം, വാക്കുകൊണ്ട് നാം എന്തെല്ലാം ഷെയ്പ്പ് ചെയ്ത് ആകൃതി നൽകി വിവരണം നൽകി പറയുന്നുവോ, മനസാധ്യാതമേവ ച, മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ട് ധ്യാനിച്ചോ നാം എന്തെല്ലാം പറയുന്നുവോ, നാമകരണം ചെയ്യുന്നുവോ, വിവരിക്കുന്നുവോ അത് മുഴുവനും അനൃതം. എന്ത്? ഋതം എന്ന് പറഞ്ഞാൽ ഒരു തലയ്ക്ക് വാസ്തവികം, അനൃതം എന്ന് പറഞ്ഞാൽ അവാസ്തവം. അപ്പം നാം എന്തെല്ലാം മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നുവോ, അറിയുന്നുവോ, വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നുവോ അത് മുഴുവനും അനൃതമാണ്. ഇതാണ് ഞാൻ പറയാൻ മടി എന്ന് പറയണത്. എനിക്ക് മടി വേണോ വേണ്ടയോ? നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ രസം തോന്നുന്നുണ്ടോ? മരണാവസരത്തിലെങ്കിലും ഒരു സ്വാമിജി പറഞ്ഞത് ഓർമ്മ വരും. അത് മതി നിങ്ങൾക്ക് മുക്തി കിട്ടാൻ. ഇപ്പം മനസ്സിലാക്കിയില്ലെങ്കിലും കൊള്ളാം, കേൾക്കാനുള്ള ശ്രദ്ധയെങ്കിലും ഉണ്ടാവട്ടെ. കിം ഭദ്രം കിം അഭദ്രം വാ ദ്വൈതസ്യാവസ്തുനഃ കിയത് വാചോദിതം തദനൃതം മനസാധ്യാതമേവ ച. ഛായാ പ്രത്യാഹ്വയാ ഭാസ ഹ്യസന്തോപ്യർത്ഥകാരിണഃ ഏവം ദേഹാദയോ ഭാവാഃ യച്ഛന്ത്യാമൃത്യുതോ ഭയം. ഇതൊക്കെ ഓരോ വാക്കും അക്ഷരവും ഉണ്ടല്ലോ. ഇത് വായിച്ച് സ്വയം ചിന്തിച്ച് നുണഞ്ഞ് ഒരു ലഡ്ഡു കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? നായ കപ്പിയണമായി അങ്ങനെ വിഴുങ്ങോ? ഇല്ലല്ലോ. അത് വായിലിട്ട് കടിച്ച് അതിൻ്റെ രുചി മധുരം എത്രത്തോളം കിട്ടുമോ അതുപോലെ നുണഞ്ഞ് മനസ്സിലാക്കേണ്ടതായത്. എന്താ അവിടെ പറയണത്? ഛായാ പ്രത്യാഹ്വയാ ഭാസാഃ. 3 ഉദാഹരണമാണ് പറയണത്. ഛായ. കുട്ടികളോടൊക്കെ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ പറയാറുണ്ട്, നിഴൽ കണ്ട് കളിക്കരുത്. വിളക്ക് പുറത്തുണ്ട്, നമ്മുടെ നിഴൽ ഇങ്ങനെ ചുമരിൽ കണ്ടാൽ. അപ്പം നിഴലിൽ ഇല്ലാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പം ഞങ്ങളൊക്കെ ചെയ്യും ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് ഒരു കഴുതയുടെ മുഖമൊക്കെ കാണിക്കും. കയ്യിൽ വിരൽ മാത്രമേ ഉള്ളൂ, കാണുന്നത് കഴുതയുടെ മുഖം. ഒരു ഷാഡോ പ്ലേ എന്നൊരു പ്ലേ ഉണ്ട്, അപ്പുറത്താണ് എല്ലാവരും കളിക്കുക, കാണുന്നത് ഷാഡോവാണ്. അപ്പം ഈ ഛായ ഉണ്ടല്ലോ, ഈ ഛായ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങളിവിടെ നിൽക്കണു, വെളിച്ചപ്പുറത്തുണ്ട്, നിങ്ങളുടെ ഒരു ഛായ അവിടെ നിലത്ത് വീഴുന്നുണ്ട്. നിലത്ത് നിങ്ങളുണ്ടോ അവിടെ? പക്ഷേ കാണുന്നില്ലേ? എന്താ മിണ്ടാത്തേ? ചിലർ പറയും, ഡോ താൻ എന്താണോ എൻ്റെ നിഴല് ചവിട്ടിയേ? ധാരാളം ചവിട്ടട്ടെ, ഇപ്പം അയാളുടെ കാല് കഴിക്കുന്നത് വരെ താൻ എൻ്റെ നിഴല് ചവിട്ട്, അങ്ങനെ പറയുന്നവരുമുണ്ട്. ഇതെന്താ? അത് ഛായയല്ലേ? അത് നമ്മളാണോ? അല്ല. ഛായ പ്രത്യാഹ്വയ. എന്താ അത്? എക്കോ, പ്രതിബിംബം. ഈ ലോകവസ്തുക്കൾ മുഴുവൻ അനർത്ഥം ജനിപ്പിക്കാൻ ധാരാളം മതി. അവ വാസ്തവത്തിൽ വേണമെന്നില്ല. നിഴല് കണ്ട് പേടിക്കുന്നവരില്ലേ? കക്കയെ വെള്ളിയാണെന്ന് വിചാരിക്കുന്നവരില്ലേ? കയറിന് പാമ്പാണെന്ന് വിചാരിക്കണില്ലേ? അതുമാതിരി മുഴക്കം പ്രതിധ്വനി ധാരാളം കേൾക്കാറില്ലേ? ഒരു ശബ്ദം പുറപ്പെടുവിച്ച് 1000 ആക്കണമെങ്കിൽ ആക്കാം.
ഇതൊക്കെ നമ്മളെ അനുഭവമാണ്. അപ്പം ഇല്ലാത്തത് നമ്മളെ പേടിപ്പിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ നമ്മുടെ മനസ്സ് ഇന്ദ്രിയങ്ങൾ മുഖേന കൃത്രിമമായി രചിക്കുന്നതായ ഈ പാഞ്ചഭൗതിക പ്രപഞ്ചം സത്യത്തിലില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയാണെങ്കിലും സ്വപ്നത്തിൽ നാം നരിയെയും പുലിയെയും കണ്ട് പേടിച്ച് നിലവിളിച്ച് കരയുന്നത് പോലെയാണ് ഈ പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ച്. പോയില്ലോ പോയില്ലോ, എന്താ ഈ പോയത്, എവിടേക്കാ ഈ പോണത്? നമ്മൾ തന്നെ ഇവിടെ വന്നവരാ, പോകാൻ വന്നവരാ. അപ്പോൾ വേറെ ഒരാൾ പോയാൽ പോയില്ലോ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ മിണ്ടാത്തെ? സ്വയം സധർമ്മ അനുശോചന്ത്യപാർത്ഥം. യമധർമ്മരാജാവ് ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് സുയജ്ഞൻ്റെ ചക്രവർത്തി രാജ്യമാരെ ഉദ്ബോധിപ്പിക്കുകയാണ്. സുയജ്ഞൻ ചക്രവർത്തി പടയ്ക്ക് പോയി, സർവാഭരണഭൂഷിതനായി പടയിൽ മരിച്ചു വീണു. പത്നിമാരെല്ലാവരും കൂടി ശവത്തിൻ്റെ 4 ഭാഗത്തും ഇരുന്ന് കരച്ചിൽ തുടങ്ങി. സന്ധ്യ ആവാറായി. ഇവർ വിരമിക്കാൻ ഒരുക്കല്ല. ഒക്കെ രാജ്യമാരോട് ആരാ പറയുക? മന്ത്രിമാർ പറയൂല. അങ്ങനെ നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ യമധർമ്മരാജാവ് തന്നെ ഒരു ബാലൻ്റെ രൂപത്തിൽ അവിടെ വന്ന് പറയുകയാണ്. ഒരു ചെറിയ കുട്ടി വന്നപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം തോന്നി. നിങ്ങൾ എന്താ ഈ കാണിക്കണത്? ഞങ്ങളുടെ ഭർത്താവ് പോയില്ലോ, ഞങ്ങളെ വിട്ടിട്ട് പോയില്ലോ, ഇത്ര നാളും ഞങ്ങളുടെ കൂടെ ഇരുന്നുവല്ലോ നാഥനായിട്ട്, ഇപ്പം അനാഥകളായില്ലേ? എന്നെ എൻ്റെ അച്ഛനമ്മമാർ കാട്ടിൽ വിട്ടിട്ടാ പോയത്, എന്നാലും ഇതേവരെ ഒരു കോട്ടവും കൂടാതെ ഞാൻ ജീവിച്ചു. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി ജീവത്യനാഥോപി തദീക്ഷിതോ വനേ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ് പറയുന്നത്. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം. നിങ്ങളുടെ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു ചെയിൻ കഴുത്തുനിന്ന് പൊട്ടി താഴ്ത്ത് വീണു എന്നുണ്ടെങ്കിൽ ഈശ്വരൻ രക്ഷിച്ചതാണെങ്കിൽ ആ മണലിൻ്റെ അടിയിൽ പൊടിയുടെ ഇടയിൽ അവിടെ അങ്ങനെ കിടക്കും അത്രേ, ഒരു കോട്ടവും കൂടാതെ. നിങ്ങൾ പോകുമ്പോൾ അത് എടുക്കാൻ പറ്റും. പഥിച്യുതം തിഷ്ഠതി ദിഷ്ടരക്ഷിതം ഗൃഹേ സ്ഥിതം തദ്വിഹതം വിനശ്യതി. വീട്ടിലെ അലമാറയിൽ വെച്ച് പൂട്ടി താക്കോല് കയ്യിൽ വെച്ചാലും മകൻ ആ താക്കോലെടുത്ത് കട്ടവിടുന്ന കൊണ്ടുപോകും. ജീവത്യനാഥോപി തദീക്ഷിതോ വനേ. കാട്ടിൽ ഉപേക്ഷിച്ചാലും ഈശ്വരൻ്റെ കണ്ണുകൾ നോക്കി രക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞുകൂടാം. അല്ലെങ്കിലോ ഗൃഹേപി ഗുപ്തോസ്യ ഹതോ ന ജീവതി. എത്ര സൂക്ഷിച്ചു വെച്ചാലും. ഇപ്പം ഇന്നാൾ പറയണ കേട്ടു, 16 വയസ്സ് ഒരു കുട്ടിക്ക് കോളേജിൽ പഠിക്കുകയാണ്, കുളിക്കാൻ പോയി, വരണില്ല, നേരം വൈകി, വിളിച്ചു, ശബ്ദമില്ല, ചവിട്ടി വാതിൽ പൊളിച്ചു, അവിടെ കിടക്കണു, ഹാർട്ട് ഫെയിലിയർ. ആരാപ്പം അതിന് കാരണം? ശരീരമല്ലല്ലോ പോണത്, ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതല്ലേ ഇല്ലാതെയാവണത്. അപ്പം ആരും അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. എപ്പോഴും ഇത് തന്നെയാണ് അതിൻ്റെ വാസ്തവം. ഏവം ദേഹാദയോ ഭാവ യച്ഛന്ത്യാ മൃത്യുതോ ഭയം. അങ്ങനെ നമ്മെ ഭയപ്പെടുത്താൻ പല കാരണങ്ങളും ഇവിടെയുണ്ട്. ആ യമൻ ഉപയോഗിക്കുന്ന സമയത്ത് പറയാണ്, സ്വയം സധർമ്മ അനുശോചന്ത്യപാർത്ഥ്യം. സുയജ്ഞൻ മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇത്രയും കാലം സുയജ്ഞൻ്റെ കേൾക്കണുണ്ടോ പറയുന്നത്? ഇത്രയും കാലം നിങ്ങൾ സുയജ്ഞൻ്റെ കൂടെ ജീവിച്ച് വിവാഹാനന്തരം ജീവിച്ച് നിങ്ങൾ വിളിക്കുമ്പോൾ ആര്യപുത്ര എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേട്ട ഒരാളുണ്ടല്ലോ, മറുപടി പറഞ്ഞ ഒരാളുണ്ടല്ലോ, യശ്രോതായോനുവക്തേഹ. ആ ആളെ ഇത്രയും കാലം കൂടെ ജീവിച്ച് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ ഗൃഹാംഗങ്ങളും ബന്ധുക്കളും ഇല്ലേ? പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. വിളിക്കുമ്പോൾ ഒരാൾ തിരിച്ചു നോക്കണു, തിരിച്ചു വിളിക്കണു, എന്താന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നതും പ്രതികരിക്കുന്നതുമായ ആളെ ഇക്കണ്ട കാലം ജീവിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തിയോ? സുയജ്ഞോ നന്വയം ശോചേ നന്വയം നന്വയം ഷേദേ മൂഢായമനുശോചത. അനുശോചത. നിങ്ങൾ സുയജ്ഞ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ, ആ ആളല്ലേ ഇവിടെ കിടക്കുന്നത്. പിന്നെ എന്തിന് കരയണു? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പോയില്ലോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ടല്ലോ. ഈ കരയണ ആള് ഈ ശരീരമാണെങ്കിൽ അതിവിടെ കിടക്കുന്നുണ്ടല്ലോ. അല്ല, ശരീരമല്ല ഞങ്ങൾ പറയണത്, ശരീരത്തിൽ ഉണ്ടായിരുന്ന ആളെയാണ് പറയണത് എന്ന് പറഞ്ഞാൽ ആ ഉണ്ടായിരുന്ന ആളെ ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചോ? യശ്രോതായോനുവക്തേഹ
സന സന്ദൃശ്യതേ ക്വചിത്. ഇക്കണ്ട കാലം കൂടെ ഇരുന്ന് കണ്ടുപിടിച്ചില്ല, ഇപ്പം പിന്നെ പോയിട്ട് പിന്നെ എന്തിനാ നിങ്ങൾ നിലവിളിക്കണേ? കുറേ കാലവും കൂടി ജീവിച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുമോ? ഇല്ല, അത് അവനവൻ്റെ ഉള്ളിലാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ കരയണു പോയില്ലോ എന്ന് പറഞ്ഞ് നിങ്ങളും പോകാനുള്ളവരാണ്. അദ്ദേഹം ഇന്ന് പോയി, നിങ്ങളോ മറ്റന്നാളോ അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ടോ പോവും. അപ്പോൾ പോയാൾ പോയി, അതേപോലെ ഇരിക്കുന്ന ആൾ ഞാനും പോവാ. അപ്പോൾ പിന്നെ പോയവരെ കുറിച്ച് കരയുന്നത് ശരിയാണോ? എന്താ മിണ്ടാത്ത? നമ്മുടെ ശാസ്ത്രമാണ് നിങ്ങളോട് പറയുന്നത്. ആ യുക്തി, ആ വിചാരം ആലോചിച്ച് നോക്കൂ. വിചാരം, തത്വവിചാരമാണിത് മുഴുവനും. അപ്പോഴേ അവർക്ക് ബുദ്ധി ഉണർന്നുള്ളൂ, സമാധാനം വന്നുള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെയും. എന്താ? ഛായാ പ്രത്യാഹ്വയാഭാസ ഹ്യസന്തോപ്യർത്ഥകാരിണഃ. വാസ്തവത്തിൽ ഇല്ലെങ്കിലും അനർത്ഥം ജനിപ്പിക്കുന്നവരാണ്. അല്പസ്വല്പം പ്രയോജനവും അവയെ കൊണ്ടുണ്ടാകാം. ഏവം ദേഹാദയോ ഭാവ യച്ഛന്ത്യാ മൃത്യുതോ ഭയം. മരിക്കുന്നത് വരെ ഈ ലോകവസ്തുക്കൾ മുഴുവനും ഭയമുണ്ടാക്കുന്നതാണ്. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭുഃ ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വരഃ. നിങ്ങൾക്കിത് കേൾക്കാൻ ഇഷ്ടാവുന്നുണ്ടോ? ഇതാണ് അമൃത നിഷ്യന്തികൾ എന്ന് പറയുന്നത്. ഇത് ഓടക്കുഴൽ വർണ്ണനയല്ല. ഇതെന്ത് വർണ്ണനയാ? അവനവൻ്റെ മനസ്സിനും ബുദ്ധിക്കും വേണ്ടുള്ള അറിവിൻ്റെ തുള്ളികളാണ്, ജ്ഞാനനിഷ്യന്തികളാണ്, ജ്ഞാനാമൃത തുള്ളികളാണിത് മുഴുവനും. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭുഃ. ഈ വിശ്വം മുഴുവനും ഒരൊറ്റ ആത്മാവാണ്, ഒരേ ഒരാത്മാ. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭു. ഒരു ഭാഗത്ത് ഇവിടെ ഈശ്വരൻ രചിക്കണു, ഈശ്വരൻ തന്നെയാണ് രചിക്കപ്പെടുന്നതും. മനസ്സിലായില്ല? ഈശ്വരനാണ് രചിക്കുന്നത്, ഈശ്വരനാണ് രചിക്കപ്പെടുന്നത്. ത്രായതേ ത്രാതി വിശ്വാത്മാ. ഇവിടെ സംരക്ഷിക്കുന്നതും സംരക്ഷിക്കപ്പെടുന്നതും ഒരുപോലെ ഈശ്വരനാണ്. ഹ്രിയതേ ഹരതീശ്വരഃ. ഹരിക്കുന്നതും ഹരിക്കപ്പെടുന്നതും ഒരേ ഒരാളാണ്. ഈശ്വരനല്ലേ പ്രപഞ്ചമായി തീർന്നത്. ആ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങളായതോ അതും ഈശ്വരനാണ്. അതിൽപ്പെട്ട ഒന്നാണ് നാം. ഒരു ഭാഗത്ത് ജനങ്ങൾ ജനിക്കുന്നു, ഒരു ഭാഗത്ത് ജനങ്ങൾ വളരുന്നു, മറുഭാഗത്ത് ജനങ്ങൾ മരിക്കുന്നു. ഞാൻ മലേഷ്യയിലുള്ളപ്പോൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ടിരിക്കുക, കുറച്ച് സമയം കിട്ടി. അപ്പോൾ ഈ നാച്ചുറൽ ജോഗ്രഫി ഒന്ന് കണ്ടു. ഇവിടെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരിക്കൽ കൂടി പറയാം. അതിൽ അസൽ പടങ്ങൾ കാണാം. എനിക്ക് വലിയ ഇഷ്ടമാണത് കാണില്ല, പക്ഷേ ചുരുക്കേ കാണാറുള്ളൂ. അപ്പോൾ വെളുത്തിട്ടൊരു പക്ഷി, ചുവന്ന ഒരു മത്സ്യം ആ കൊക്കിലിങ്ങനെ പിടിച്ചിരിക്കുക. അങ്ങനെ പിടിച്ചിട്ട് അത് തിന്നണില്ല, അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഞെക്കുക. അപ്പോൾ ആ മത്സ്യം അവിടെ കിടന്നിങ്ങനെ പെടയണു. കുറേ കഴിഞ്ഞിട്ട് വിഴുങ്ങി. ഇപ്പോഴും ഉണ്ട് എൻ്റെ മനസ്സിലത്. ഇവിടെ ഇപ്പോൾ എന്താ കണ്ടതെന്താ? വെളുത്ത ഒരു പക്ഷി ചുവന്ന ഒരു മത്സ്യത്തെ കൊക്കിൽ പിടിച്ച് പെട്ടെന്ന് വിഴുങ്ങാതെ അതിനെ കുറേ വേദനിപ്പിച്ച് പിടപ്പിച്ച് അവസാനം അങ്ങോട്ട് വിഴുങ്ങി. ഞാനിപ്പോൾ എന്താ വേണ്ടതിന്? ഇവിടെ ആരാ അത് വിഴുങ്ങിയത്? ഒരു പക്ഷി. ആ പക്ഷി ആരാ? ചെത്ത പക്ഷിയല്ല, ജീവിച്ചിരിക്കുന്ന ഒരു പക്ഷിയാണ്. വിഴുങ്ങിയതോ വേറെ ഒരു ജീവി. ഈ 2 ജീവിയിലും ആരാ? ആ പക്ഷിയുടെ ശരീരം പ്രകൃതി നിർമ്മിച്ചതാണ്, മത്സ്യത്തിൻ്റെ ശരീരം പ്രകൃതി നിർമ്മിച്ചതാണ്. 2ൻ്റെ ഉള്ളിലും ഇരിക്കുന്നത് ഒരൊറ്റ ജീവനാണ്, ഈശ്വരൻ തന്നെയാണ് 2ഉം. ഞാൻ പക്ഷിയായിട്ട് മത്സ്യത്തിനെ കൊത്തി തിന്നണു. തിന്നപ്പെടുന്നത് ഞാനാണ്, തിന്നതും ഞാനാണ്. പക്ഷിയും ഞാൻ, മത്സ്യവും ഞാൻ. സമ്മതിക്കുന്നുണ്ടോ നിങ്ങളത്? ഇതാണ് ഭക്തൻ്റെ ദൃഷ്ടി. ഭക്തി നമുക്ക് നൽകുന്നതായ സംഭാവനയാണിത്. ആത്മൈവ തദിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭുഃ ത്രായതേ ത്രാതി വിശ്വാത്മാ ഹ്രിയതേ ഹരതീശ്വരഃ. തസ്മാത് ന ഹ്യാത്മനോന്യസ്മാത് അന്യോ ഭാവോ നിരൂപിതഃ നിരൂപിതേയം ത്രിവിധ നിർമൂലാ ഭാതിരാത്മനി ഇദം ഗുണമയം വിദ്ധി ത്രിവിധം മായയാ കൃതം. അതുകൊണ്ടിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഉദ്ധവ. ഈ ആത്മാ എന്ന് പറയുന്ന ഉള്ളുണർവല്ലാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. അതുതന്നെയല്ലേ ഈ സർവം വിഷ്ണുമയം ജഗത് എന്ന് പറയുന്നതിനർത്ഥം. അതൊരു ഫോമുലയായി നിങ്ങൾക്ക് തന്നു. ഇതത് വ്യാഖ്യാന സഹിതം കൃഷ്ണൻ ഉദ്ബോധിപ്പിക്കുന്നു. ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് മനസ്സിനെ ആ വഴിക്ക് കൊണ്ടുവരാൻ.
തസ്മാത് നഹി ആത്മനോന്യസ്മാത് അന്യോ ഭാവോ നിരൂപിതഃ. എങ്ങനെയാണത്? പറയട്ടെ, കേൾക്കുവോ? ഗ്രഹിക്കുവോ? എന്നാ പറയാം, കേട്ടോളൂ. നിങ്ങളുടെ മനസ്സിൽ അനവധി ചിന്തകൾ പൊട്ടിമുളയ്ക്കുന്നു. ആ ചിന്തകളിൽ നിന്ന് പല ഭാവങ്ങളും വികാരങ്ങളും ഉണ്ടാവുന്നുണ്ട്. ആ വികാരങ്ങൾ ചില സമയത്ത് മുഖഭാവത്തെ മാറ്റും. ദേഷ്യം വന്നാൽ കയ്യും കാലും വിറയ്ക്കും, ചുണ്ടു വിറയ്ക്കും. ഇതൊക്കെ വിറപ്പിക്കുന്നത് ആരാ? മനസ്സല്ലേ? അപ്പം ആ മനസ്സിൽ പല ചിന്തകളും വരണു, പല ഭാവങ്ങളും വരണു, പല വികാരങ്ങളും വരണു. ഇതൊക്കെ മനസ്സിലല്ലേ വരണത്? ഈ വരുന്നത് എവിടെയാ നിൽക്കണത്? ഈ വികാരങ്ങളൊക്കെ ആയതാരാ? ഈശ്വരനാ. നിങ്ങളുടെ മനസ്സിലുള്ള ഭാവങ്ങൾ മുഴുവൻ അങ്കുരിക്കുന്നത് സമുദ്രത്തിലെ അല പോലെ നിങ്ങളുടെ മനസ്സിലല്ലേ? ആ ഏതെങ്കിലും ഒരു അലയെ നിങ്ങൾക്ക് പിടിച്ചിട്ട് ദാ ഇവിടെ എന്ന് പറയാൻ പറ്റുമോ? ഒരു ചിന്ത വന്നു, ആ ചിന്തയെ ദാ പിടിച്ചു കുപ്പിയിലാക്കി, പറ്റുമോ? ആ ചിന്ത വരണു, വന്ന മാതിരി അത് പോണു. അപ്പം വരുന്നതും വന്ന മാതിരി പോകുന്നതും അവിടെയാണെങ്കിൽ വാസ്തവത്തിൽ അതവിടെ ഉണ്ടോ? ഒന്ന് ആലോചിച്ച് പറയണപ്പ. ഇതിന് വലിയ പഠിപ്പൊന്നും വേണ്ട. ഒരു ചിന്ത വന്നു, വരുമ്പോഴേക്കും അത് പോയി, വേറൊരെണ്ണം വന്നു. അപ്പം ആദ്യം വന്നത് എവിടെയാ? അപ്പം പോയി എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ വന്നു എന്ന് പറയണേ? ഏതെങ്കിലും ഒന്ന് ഇരിക്കുമ്പോഴല്ലേ ഇരിക്കണു എന്ന് പറയുക. ഏതെങ്കിലും ചിന്ത അവിടെ ഇരിക്കുന്നുണ്ടോ? ആവർത്തിച്ച് ഒരു ചിന്ത വരാം. അപ്പം ഈ മനസ്സിലുള്ള ചിന്തകൾ, ആ ചിന്തകൾ വരാൻ വേണ്ടി വിചിന്തനം എന്ന് പറയുന്ന ചിന്താ പ്രവൃത്തി, ആ ചിന്തനം നടത്താനായിട്ടുള്ള ഒരു ചിന്തകൻ, ഇങ്ങനെ ചിന്തകനും വിചിന്തനവും ചിന്തയും ഇതൊക്കെ വാസ്തവത്തിൽ അവിടെ ഉണ്ടോ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി ഒരു മനസ്സോ അതോ അനവധി ചിന്തകളോ? അനവധി ചിന്തകളാണെങ്കിൽ അവിടെ നിരത്തി ഇങ്ങനെ ഇരിക്കണ്ടേ, കയ്യിൽ വിരൽ പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ? അതിൽ നിന്ന് പുറപ്പെടുന്ന ഭാവങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ വാസ്തവത്തിൽ എല്ലാം കൂടി ഒരു മനസ്സല്ലേ ഉള്ളൂ. ആ മനസ്സ് എപ്പോഴെങ്കിലും ചിന്തയാവുന്നുണ്ടോ? ആയാൽ പിന്നെ മനസ്സ് നഷ്ടപ്പെട്ടു പോവുമല്ലോ. പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് ഓടുന്നു സ്വാമിജിന്ന്. മനസ്സ് ഓടുക. ശരീരം വിട്ട് മനസ്സ് പോയാൽ പിന്നെ തിരിച്ചു വരുമോ? ഇതുമിണ്ടാതെ നിങ്ങളുടെ മനസ്സ് ശരീരം വിട്ടങ്ങോട്ട് പോയി എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമോ? പിന്നെ എന്താ ഈ ഓടണു എന്ന് പറയണേ? നിങ്ങൾ ആലോചിക്കാതെ പറയാണ്. ഒരൊറ്റ മനസ്സേ ഉള്ളൂ, മനസ്സത്ത. അതിൽ നിന്ന് ചിന്തകൾ ഇങ്ങനെ പുറപ്പെടുന്നത് പോലെയാണ്. ലോകത്തിലുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടായിരുന്നില്ല, സംഹരിക്കുമ്പോഴും നമ്മൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങോട്ടെത്താനുള്ള വഴി യുക്തിയാണ്, വിചാരമാണ്, അനുമാനം എന്ന് പറയുന്ന ഇൻഫറൻസ് പ്രമാണമാണ്. അതുകൊണ്ട് ലോകത്തിൽ ഒരു സ്ഥലത്ത് സൃഷ്ടിസ്ഥിതി സംഹാരം പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാം. അതെവിടെയാ? നമ്മുടെ ഉള്ളിൽ, മനസ്സിൽ. ചിന്തകളിങ്ങനെ ഉദ്ഭവിക്കുന്നു. ആ ചിന്തകൾ ഉദ്ഭവിച്ചതുപോലെ അസ്തമിക്കുന്നു. ഇതിന് രണ്ടിനും നിദാനമായിരിക്കുന്ന മനസ്സ് ഒരു കുറവും ഒരു കോട്ടവും കൂടാതെ പുതിയ പുതിയ ചിന്തകൾ, കോടാനുകോടി ചിന്തകൾ ഉദ്ഭവിപ്പിക്കാനായി തയ്യാറായിട്ട് അവിടെ പൂർണ്ണ ശക്തിയോടുകൂടി നിൽക്കുന്നു. കേട്ടോ? അതാണ് സൃഷ്ടിസ്ഥിതി സംഹാരം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും എവിടെ നടക്കുന്നുവോ അവിടെ ഈശ്വരനുണ്ട്. അകത്ത് ചിന്തകളുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും പൂർണ്ണമായി നടക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനോമണ്ഡലത്തിലായതിനാൽ ആ മനസ്സ് ഈശ്വരനല്ലേ? ആലോചിച്ചിട്ടാണോ പറയണേ? സമ്മതിക്കുന്നുണ്ടോ? ആ മനസ്സ് അവിടെ അങ്ങോട്ട് നോക്കൂ, ഉള്ളിൽ നോക്കൂ. അപ്പം നിങ്ങൾക്ക് കാണാം. തസ്മാന്നഹ്യ ആത്മനോന്യസ്മാത് അന്യോ ഭാവോ നിരൂപിതഃ നിരൂപിതേയം ത്രിവിധ നിർമൂലാ ഭാതിരാത്മനി ഇദം ഗുണമയം വിദ്ധി ത്രിവിധം മായയാ കൃതം. ഇങ്ങനെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം, ചിന്തകൻ, ചിന്തനം, ചിന്ത, ഞാൻ, നീ, ഇവൻ, അവൻ, ഇന്നിങ്ങനെ പലതരത്തിലുള്ള വിഭജനമുണ്ടല്ലോ. ഇത് മുഴുവനും മായയാൽ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ഏതദ് വിദ്വാൻ മധുദിതം ജ്ഞാന നൈപുണം ന നിന്ദതി നച സ്തൗതി ലോകേ ചരതി സൂര്യവത്. എന്തിനാ കൃഷ്ണൻ ഇത് മുഴുവനും പറഞ്ഞത്? ഏതദ് വിദ്വാൻ മധുദിതം. ഞാൻ ഈ പറയുന്ന പരമാർത്ഥമുണ്ടല്ലോ, അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ വിദ്വാനാകുന്നു.
ഈ പരമാർത്ഥം അറിയാനുള്ള വഴി എന്താ? ജ്ഞാനവിജ്ഞാന നൈപുണം. ജ്ഞാനവിജ്ഞാന നൈപുണം ഒരു വിശേഷപ്പെട്ട വാക്കാണത്. പരമകല്യാണ നിധിയാണ് ഭഗവാൻ എന്ന് പറയുന്നത് പോലെ ജ്ഞാനവിജ്ഞാന നൈപുണം, അറിവ്. ആ അറിവിനെ സാക്ഷാത്കരിക്കുമ്പോൾ അത് വിജ്ഞാനമായി. അങ്ങനെ ജ്ഞാനത്തിലും വിജ്ഞാനത്തിലുമുള്ള നൈപുണ്യം, അതിലുള്ള സാമർഥ്യം, അങ്ങനെ എപ്പോൾ നോക്കിയാലും ഈ തത്വം ആലോചിച്ച് നുണഞ്ഞ് നുകർന്ന് ആസ്വദിച്ച് ആ അറിവിൻ്റെയും നുണയലിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ഈ പുറത്ത് കാണുന്ന ഈ ലോകം മുഴുവനും നമ്മുടെ മനസ്സൃഷ്ടമാണ്, ഇന്ദ്രിയങ്ങളിലൂടെ രചിച്ചതാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. മനസ്സ് ഈ ലോകത്തിലൂടെ സുഖിക്കുന്നത് മനസ്സാണ്. സുഖം എന്ന് പറയുന്ന അനുഭവം മനസ്സിലോ പുറത്തോ? അപ്പം മനസ്സല്ലേ സുഖം ജനിപ്പിക്കുന്നത്. അത് ഈ പുറം വസ്തുക്കളിലൂടെ രചിക്കുന്നതിന് പകരം മനസ്സിനോട് സ്വയം നീ സുഖം ജനിപ്പിക്കുക എന്ന് പറഞ്ഞൂടെ? പറഞ്ഞതിന് സ്വയം സുഖിക്കാമല്ലോ മനസ്സിന്. അതാണല്ലോ പ്രധാനം. അപ്പം ഈ അറിവൊക്കെ മനസ്സിൽ കണക്കാക്കി ജ്ഞാന വിജ്ഞാന നൈപുണം, ഇതിൽ വേണ്ടത്ര നൈപുണ്യം വരണം. എന്തിൽ? ഈ അറിവിൽ. അപ്പം ഈ അറിവിലൂടെ ബുദ്ധിയിലൂടെ ആലോചിച്ച് വിചിന്തനം ചെയ്ത് വിചാരം ചെയ്ത് അതിൽ വേണ്ടത്ര നൈപുണ്യം സമ്പാദിച്ച് വിദ്വാനാകണം ഭക്തൻ. ഏതദ് വിദ്വാൻ മധുദിതം ജ്ഞാനവിജ്ഞാന നൈപുണം ന നിന്ദതി ന ച സ്തൗതി. ഒരാളെയും പിന്നെ നിന്ദിക്കില്ല, ഒരാളെയും പിന്നെ ക്രമം വിട്ട് സ്തുതിക്കില്ല. ലോകേ ചരതി സൂര്യവത്. കേൾക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ സൂര്യനെ പോലെ സഞ്ചരിക്കും. സൂര്യനെ പോലെ. ഇങ്ങനെ വല്ലതും നമുക്ക് വേണോ? സൂര്യനെ പോലെ സഞ്ചരിക്കും. പ്രത്യക്ഷേണാനുമാനേന നിഗമേനാത്മസംവിദ ആദ്യന്തവത് അസജ്ഞാത്വ നിസ്സംഗോ വിചരേദിഹ. പ്രത്യക്ഷേണ അനുമാനേന നിഗമേന ആത്മസംവിദ. എത്ര വലിയ ശാസ്ത്രവാക്യങ്ങളാതെന്നറിയോ? പ്രത്യക്ഷേണ, പ്രത്യക്ഷമായി കാണുമ്പോൾ ഈ ലോകം മുഴുവനും എങ്ങനത്തതാ? ക്ഷണികമാണ്, ചഞ്ചലാത്മകമാണ്, ചലനാത്മകമാണ്, പരിവർത്തനശീലമാണിതിന്. സദാ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അത് നശ്വരമാണ്. നശ്വരമാണ്. ചാവാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? ആൺകുട്ടിയാണെങ്കിലോ? അതുപോലെ തന്നെ ഈ ലോകം. എന്താ മിണ്ടാതെ? അപ്പോൾ പ്രത്യക്ഷേണ അനുമാനേന, ദാ ഈ പറയുന്നത് പ്രകാരം ആലോചിച്ച് ത്രൂ എ പ്രോസസ് ഓഫ് ഇൻഫറൻസ് നിഗമേന നമ്മുടെ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു. എന്ത്? ബ്രഹ്മവിദ് ആപ്നോതി പരം. ബ്രഹ്മത്തെ അറിയുന്നവന് മാത്രമേ പരമലാഭമുണ്ടാവുള്ളൂ. ന വിത്തേന തർപ്പണീയോ മനുഷ്യോ. മനുഷ്യൻ പണം കൊണ്ടോ ധനം കൊണ്ടോ ഒരിക്കലും തൃപ്തനാകാൻ പോകുന്നില്ല. ആത്മനാ വിന്ദതേ വീര്യം. ആത്മാവിൽ നിന്ന് മാത്രമേ വീര്യം കിട്ടുള്ളൂ. വിദ്യയാ വിന്ദതേ അമൃതം. അറിവിൽ നിന്ന് മാത്രമേ അമൃതം കൈവരുള്ളൂ. ഇങ്ങനെ പലതരത്തിലുള്ള ശാസ്ത്ര പ്രഖ്യാപനങ്ങളുണ്ട്. അത് മുഴുവൻ നമ്മുടെ സഹായത്തിന് വരുന്നു. അവസാനം ആത്മസംവിദ, ആ ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനം ആ ബുദ്ധി കൊണ്ട് ആദ്യന്തവത് അസത് ജ്ഞാത്വ. ആദിയും അന്തവും ഉള്ളതൊക്കെ അസത്താണ്. ആദിയും അന്തവും ഉള്ളതൊക്കെ അസത്താണ്. അപ്പം നമ്മുടെ ശരീരത്തിന് ആദിയും അന്തവുമുണ്ട്. അതിനാൽ അതെന്താ? അസത്ത്. വല്ലവരെ അസത്ത് എന്ന് പറയരുത് കേട്ടോ. നമ്മുടെ ശരീരം തന്നെയാണ് അസത്ത്. ഈ ലോകമോ ഭൂമിയോ അതും അസത്ത്. സൂര്യചന്ദ്രാദികളോ അസത്ത്. ഭഗവാന്റെ സൃഷ്ടി എന്ന് പറയുന്ന ഈ പ്രപഞ്ചം മുഴുവനും സത്തോ അസത്തോ? സ്വപ്നം എന്താ? മിണ്ടാത്തെ? അസത്ത്. ഉറക്കമെന്താ? എല്ലാം അസത്ത് തന്നെ. ആദ്യന്തവത് അസത് ജ്ഞാത്വ നിസ്സംഗോ വിചരേദിഹ. നിസ്സംഗോ വിചരേദിഹ. ഇനി എന്തിനോടെങ്കിലും നിങ്ങൾക്ക് ഒട്ടൽ വേണമെങ്കിൽ ഇവിടെ ഒട്ടിക്കാനും ഒട്ടാനും പറ്റിയത് വല്ലതും ഉണ്ടോ ഇവിടെ? ഒന്ന് പറയുന്നപ്പാ. നിങ്ങൾ വിധി എഴുതിൻ. എല്ലാം ഇവിടെ അസത്താണ്, നശിക്കുന്നതാണ്, മരണഗ്രസ്തമാണ്, പരിവർത്തന വിധേയമാണ്.
സ്വപ്ന സദൃശമാണ്. ഉറക്കത്തിലെന്നതുപോലെ ഇല്ലാതെ ആകുന്നതാണ്. അങ്ങനെയുള്ള ഒന്നിൽ എന്തിനോടെങ്കിലും മനസ്സിന് ഒട്ടാൻ പറ്റുമോ? ഇവിടെ അഭിലഷണീയമായി എന്തെങ്കിലുമുണ്ടോ? നചികേതസ് ചെറിയ കുട്ടി യമധർമ്മരാജാവോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. മരണത്തിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കരുത്, ആത്മജ്ഞാനം തേടരുത്. നിനക്ക് വേണമെങ്കിൽ ഞാൻ വളരെ സുന്ദരിമാരെ തരാം, പാടും, നൃത്തം വയ്ക്കും, വേണ്ടത്ര ഭൂമി തരാം, 100 കൊല്ലം ജീവിച്ചോളൂ, സർവ്വവിധ ഐശ്വര്യങ്ങളും തരാം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി മറുപടി പറയാണ്, ശോഭാവാമർത്യസ്യ യദന്തകൈതത്. ഇതൊക്കെ നാളെ ജീവിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ ക്ഷണികങ്ങളാണ്. അത് അനുഭവിക്കുമ്പോഴോ സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. കാണുമ്പോൾ കണ്ണിൻ്റെ തേജസ് കുറയാണ് ചെയ്യണത്. കേട്ട് കഴിഞ്ഞാൽ ചെകിടനാകാൻ പോവുകയാണ് നമ്മൾ. അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ കാർന്ന് തിന്നുന്നതാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാനുള്ളത്? തവൈവ വാഹാസ്തവ നൃത്യഗീതേ. അങ്ങ് തറയാം എന്ന് പറയുന്ന കുതിരകളും സുന്ദരിമാരും പാട്ടും ആട്ടും നൃത്തവും ഒക്കെ അങ്ങയുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, നചികേതസിന് വേണ്ട. നിങ്ങൾക്ക് വേണോ? വേണമല്ലേ? അപ്പോൾ നിസ്സംഗോ വിചരേദിഹ. ഇവിടെ ഒട്ടാൻ പറ്റിയത് ഒന്നുമില്ല, കൈവയ്ക്കാൻ പറ്റിയത് ഒന്നുമില്ല എന്ന് വിചാരിച്ച് നിസ്സംഗനായി സഞ്ചരിക്കൂ. അതാണ് നമുക്ക് ആവശ്യം. നോക്കൂ, കൃഷ്ണൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് പരീക്ഷിത്ത് മഹാരാജാവ് ഒരേ ഇടത്ത് ഇരുന്ന് കേൾക്കണത്. ആ ഇരുന്ന് കേട്ട് പരീക്ഷത്തിൻ്റെ മനസ്സിൽ സഞ്ചരിച്ച ഫലമുണ്ടാവുന്നു. കേൾക്കണുണ്ടോ നിങ്ങൾ? ആരും ഇത് പറയില്ല. പരീക്ഷത്തിൻ്റെ മനസ്സിൽ ഉപവിഷ്ടനായി കേട്ടുകൊണ്ടിരുന്ന് ഈ കേട്ടതിൻ്റെയൊക്കെ ഫലം സഞ്ചരിക്കൂ എന്ന് പറയുന്നത് സഞ്ചരിച്ച ഫലം മനസ്സിനുണ്ടാവുകയാണ്. അങ്ങനെ മനസ്സ് കംപ്ലീറ്റായിട്ട് പൂർണ്ണമായി പവിത്രമായി അന്തരാത്മാവിൽ ലയിച്ചു പരീക്ഷത്തിൻ്റെ. അതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഈ പരമാത്മാവിന് ലയിക്കാനുള്ള ഒരു സന്ദർഭം, ഒരു മഹാഭാഗ്യം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞത് ശരിയായോ? അതോ ഇത് കുറച്ച് കഠിനം ക്ലേശമൊക്കെയാണോ? ഇത് മാത്രമേ നിങ്ങളുടെ രക്ഷയ്ക്കുള്ളൂ. കുടുംബാംഗങ്ങൾ, പണം, കെട്ടിയ വീട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ബാങ്കിൽ വെച്ചിട്ടുള്ള പണ്ടങ്ങൾ, ഒന്നും വരില്ല. നമ്മുടെ കൂടെ വരാനുള്ളത് ഇത് മാത്രമേ. ഇനി 1-2 ദിവസം ഞാനിവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിലുള്ള അമൃത തുള്ളികളായി ചില ശ്ലോകങ്ങളെടുത്ത് എന്താ എൻ്റെ മനസ്സിൽ തോന്നണേന്ന് വെച്ചാൽ അതെടുത്ത് നിങ്ങളോട് പറയാം എന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ ഈ മുക്തിസുധാകരം എന്ന് പറയുന്നതിൽ പെടുന്നതാകും ഈ പറയുന്നത് മുഴുവനും. അതിൽ ഒരു ദിവസം പ്രഹ്ലാദൻ്റെ ആ അമൃതമൊഴികൾ നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കണം എന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതാകും, പലരും മറന്നിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും വിശേഷപ്പെട്ടതാണ് 7ാമത്തെ സ്കന്ധത്തിൽ ആ പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, എത്ര വിശേഷപ്പെട്ടതാ. ഒരു ദിവസം അതെടുക്കാം. പിന്നെയും അവിടെ നിങ്ങളുടെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഏകാദശ സ്കന്ധത്തിൽ നിന്നോ മറ്റെവിടുന്നെങ്കിലും ചില ശ്ലോകങ്ങളൊക്കെ എടുത്ത് പ്രസക്തമായത് നിങ്ങളോട് പറയാം എന്ന് വിചാരിക്കുന്നു. ഞാനിവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്കറിയാം ഈ പറഞ്ഞത് ശരിയായോ വേണ്ടതായിരുന്നു എന്ന്. ഇത് മുക്തിസ്കന്ധമാണല്ലോ. ഇത് എങ്ങനെയായാലും നിങ്ങൾ കേട്ടത് വളരെ നന്നായി. നിങ്ങൾക്ക് വലിയ ഒരു തുണ, ഒരു തണലും ഒരു ശക്തിയുമായി തീരട്ടെ. ഇതാണ് സത്യം, ഇതാണ് സുന്ദരം, ഇതാണ് ശാശ്വതം എന്നുള്ളൊരു ഫീലിംഗ്, തോന്നൽ നിങ്ങൾ എല്ലാവരിലും ഉണ്ടാവട്ടെ. നല്ലപോലെ ജീവിക്കൂ. കുടുംബങ്ങളിൽ നല്ല നല്ല കുട്ടികളുണ്ടാവണം. നമുക്ക് പ്രപഞ്ചം നിൽക്കാനൊന്നും പോകുന്നില്ല, മനുഷ്യരാശിയും നിൽക്കില്ല. നല്ല കുട്ടികളുണ്ടാവണം. സന്യാസിമാർക്കല്ലല്ലോ കുട്ടികൾ ജനിക്കുക. ഞങ്ങൾക്കൊക്കെ മാനസപുത്രന്മാരും മാനസപുത്രിമാരുമാണ്. നിങ്ങൾക്കൊക്കെയാണ് ദൈഹിക ജഹനത്തിൽ നിന്നുള്ള പുത്രന്മാരും പുത്രിമാരും. അവരാണ് ഇവിടെ ജീവിക്കുക.
നല്ല കുട്ടികളുണ്ടായി നമ്മുടെ സമാജം വളരെ നന്നാവണം. പലപ്പോഴുമായി പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഉത്തമാഭിലാഷങ്ങൾ നിറവേറി നിറഞ്ഞ മനസ്സോടുകൂടി ആത്മബലത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിർഭയരായി ഭഗവാനെ പേടിക്കാതെ ഉള്ളിൽ പിടിച്ചിരുത്തി സുരക്ഷിതരായി ജീവിക്കൂ. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപതേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ വംശീ വിഭൂഷിതകരാന്നവനീരദാഭാത് പീതാംബരാത് അരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദു സുന്ദരമുഖാത് അരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വം അഹം ന ജാനേ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഹരിഹി ഓം ഹരിഹി ഓം ഹരിഹി. എല്ലാവരും കൂടി എല്ലാവരും ഓരോരുത്തരുടെ വായിൽ നിന്നും ഈ ഓംകാരം പുറത്തു വരണം. പുറത്തു വരട്ടെ വരട്ടെ വരട്ടെ. ഇതാ ഓ പൂർവികർ നിങ്ങളെ ഉള്ളഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന സന്ദർഭമാണിത്. ഹരിഹി ഓം തത്സ്. ഹരിഹി ഓം തത്സ്. ജയ ഗുരു ജയ ഗുരു ജയ ഗുരു.